ഹായ് ഹലോ. ടീച്ചിങ് പെഡഗോജി അഥവാ പെഡഗോജി എന്നുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും ഭാഗമായിട്ടുള്ള പെഡഗോജി, അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഓരോരോ സബ്ജക്റ്റുകൾക്കും ഓരോരോ ഡിസിപ്ലിൻസിനും അവരുടേതായ പെഡഗോജിക് അനാലിസിസ് ഉണ്ടാവും, പെഡഗോജി ഉണ്ടാവും. അഥവാ ആ സബ്ജക്റ്റ് പഠിപ്പിക്കേണ്ട രീതി പെഡഗോജിയിലാണ് പറയാം. അപ്പൊ അതിൻ്റെയൊക്കെ കോമൺ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു വേർഡ് ഫയൽ പ്രസന്റ് ചെയ്യാണ്, പിന്നെ ബാക്കിയുള്ള നമുക്ക് ഡിസ്കഷൻ ആയിട്ട് നമുക്ക് നോക്കാം. സോ എനിവേ, ലെറ്റ് മീ ഇൻവൈറ്റ് യു ടു ദ സെഷൻ. അപ്പം ഒരു ടീച്ചിങ്ങിന്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഇതിൽ കാര്യമായിട്ട് കാണാം. പ്രസന്റേഷൻ ക്ലിയർ ആണോ? ഞാൻ നിങ്ങളെ സ്ലൈഡ് മൂവ് ചെയ്യുമ്പോൾ പറ്റുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഓക്കെ, ഫുൾ ആയിട്ട് കാണുന്നില്ലാലോ? സൂം ചെയ്തിട്ടല്ലേ കാണുന്നത്? ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പം ഫസ്റ്റ് ഇപ്പൊ നമ്മള് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അതിക്ക് മുമ്പ് ശരിക്കും എന്താണ് പെഡഗോജി എന്ന് പറഞ്ഞാല്, ഈ ഒരു ടേമിനെ പെഡഗോജി, പെഡഗോഗി ഇങ്ങനെയൊക്കെ ആളുകൾ പ്രൊനൗൺസ് ചെയ്ത് കേൾക്കാം. പെഡഗോജി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ. ശരിക്കും എന്താണ് പെഡഗോജി? അതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ധാരണ ഉണ്ടോ? എന്താണ് പെഡഗോജി? ആരെങ്കിലും? ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. How to study a subject എന്നല്ലേ? How to study a subject അല്ല, വെരി സോറി. വേറെ എന്തെങ്കിലും? അവിടെ സ്റ്റഡി എന്ന് മാറ്റിയാല് ശരിയാവും. How to teach. How to teach a subject അഥവാ how to teach a subject by using different methods and strategies. ഇതാണ് ആക്ച്വലി പെഡഗോജി. പെഡഗോജിന് സാധാരണ പെഡഗോജിക് അനാലിസിസ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പം പെഡഗോജി എന്നുള്ള സാധനം നമ്മൾ സാധാരണ ഒരു പിന്നെ സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ടീച്ചിങ്ങിന് വീടിന് പോകുമ്പോൾ പെഡഗോജി പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. പെഡഗോജിക് അനാലിസിസ് നമുക്ക് എഴുതാനുണ്ടാവും, ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതാനുണ്ടാവും. പിന്നെ നിങ്ങളുടെ സിലബസിൽ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. എന്നാൽ നമ്മൾ DLED-ലും B.Ed-ലും ഒക്കെ പെഡഗോജിക് അനാലിസിസ് എന്നുള്ളത് എഴുതാനുണ്ടാകും. അത് ഒരു യൂണിറ്റിലേക്ക് മൊത്തമായിട്ടാണ് പൊതുവെ എഴുതാറുള്ളത്. ഒരു യൂണിറ്റ് മൊത്തം ഞങ്ങൾ എങ്ങനെയാണ് ഒരു ടീച്ചർ ട്രാൻസാക്ട് ചെയ്യാൻ പോണത്, എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കും, എന്തൊക്കെ അതിൻ്റെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം എന്നുള്ളത് മുൻകൂട്ടി ടീച്ചർ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നിനെയാണ് ശരിക്കും പെഡഗോജി എന്ന് പറയാ. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് എ പ്ലാനിങ് ഓഫ് ടീച്ചിങ് ഓഫ് എ ടീച്ചർ. ഒരു ടീച്ചറുടെ പ്ലാനിങ് ആണ് ആക്ച്വലി പെഡഗോജി എന്ന് പറഞ്ഞാല്. പിന്നെ നമ്മളതിന് പെഡഗോജിന്റെ തൊട്ട് താഴത്തുള്ളതാണ് നമ്മുടെ ലെസൺ പ്ലാൻ എന്ന് പറയണേ. ടീച്ചിങ് മാനുവൽ എന്ന് പറയും, ലെസൺ പ്ലാൻ എന്ന് പറയും. അതിനെ നമ്മൾ ശരിക്കും ഒരു മൈക്രോ പ്ലാനിങ് എന്നൊക്കെയാണ് വിളിക്കുക. അഥവാ ഒരു ക്ലാസ്, ഒരു പീരീഡ് എങ്ങനെ ആണ് ടീച്ചർ ട്രാൻസാക്ട് ചെയ്യാൻ പോണത്, അതാണ് ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാല്. നിങ്ങൾ ലെസൺ പ്ലാൻ ഒക്കെ എഴുതുകയോ കാണുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? നിങ്ങക്ക് പിന്നെ പ്രാക്ടീസിന്റെ കാര്യങ്ങളൊന്നും ഓക്കെ. അപ്പം ശരിക്കും ഒരു ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാല് ഒരു ക്ലാസ്സിലേക്ക്, ഒരു പീരീഡിലേക്ക് ഒരു ടീച്ചർ പ്രിപ്പയർ ചെയ്യുന്ന മൈക്രോ പ്ലാനിങ് ആണ്. അതിനുള്ളിൽ എന്തൊക്കെ ചെയ്യണം, അതിന്റെ ഓരോ സ്റ്റെപ്പുകള്, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ് ആക്ച്വലി ലെസൺ പ്ലാൻ. ഓക്കെ, നമ്മളെ സമയം, നമ്മൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ ആക്ടിവിറ്റി കൊടുക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ലെസൺ പ്ലാൻ ഉണ്ടാവുക. പെഡഗോജി അല്ലെങ്കിൽ പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് മൊത്തമായിട്ട് നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി പ്ലാൻ ചെയ്യുക. ഇത്തരം പോയിന്റ് ഒന്നും ഇതിൽ പറയുന്നില്ല കേട്ടോ, നമ്മുടെ ടെക്സ്റ്റിൽ അതൊന്നും വരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നുള്ള നിലക്ക് പാസ് ചെയ്യുന്നതാണ്. അതാണ് ആക്ച്വലി ഒരു പെഡഗോജിക് അനാലിസിസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പം ആ ഒരു യൂണിറ്റിൽ മൊത്തമായിട്ട് നമുക്ക് എന്തൊക്കെ തീമുണ്ട്, എന്തൊക്കെ സബ് തീമുകൾ ഉണ്ടാകും,
എന്തൊക്കെ ലേണിംഗ് ഔട്ട്കംസ് അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, ദാറ്റ് മീൻസ് എന്തൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് എന്ത് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം, എത്ര സമയം കൊണ്ട് ഈ ഒരു യൂണിറ്റ് തീർക്കണം, എന്തൊക്കെ വർക്കുകൾ കുട്ടികൾക്ക് കൊടുക്കണം, എന്തൊക്കെ അസൈൻമെന്റ്സ് കൊടുക്കണം, എന്തൊക്കെ അസസ്മെന്റ് സ്ട്രാറ്റജീസ് നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലയും ആക്ച്വലി പ്ലാൻ ചെയ്യുന്നതാണ് ഒരു പെഡഗോജി എന്ന് പറഞ്ഞാല്. ഓക്കെ, പെഡഗോജി എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിന്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം നിങ്ങൾക്ക് ഇത് നേരിട്ട് ചിലപ്പോ ഒരു ടച്ച് ഉള്ള ഒരു വിഷയമല്ല. ആക്ച്വലി ഇതൊരു പ്രാക്ടിക്കൽ ഏരിയ ആണ്. അതുകൊണ്ടാണ് ചോദിക്കണത്. എന്തെങ്കിലും ഇപ്പൊ ഇത് എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പൊ ഈ ലെസൺ പ്ലാനും പെഡഗോജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ലെസൺ പ്ലാൻ എന്നുള്ളത് ഒരു പീരീഡിലേക്കുള്ളതാണ്. പെഡഗോജി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മൊത്തമായിട്ട് പ്ലാൻ ചെയ്യണം. ഈ മന്ത്ലി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല. മന്ത്ലി പ്ലാൻ എന്നുള്ളത് വേറൊരു സാധനമാണ്. മന്ത്ലി പ്ലാനിൽ ഉണ്ടാവുക കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ, ഇയർ പ്ലാൻ, മന്ത്ലി പ്ലാൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് മൊത്തമായി പ്ലാൻ ചെയ്യുന്നതാണ്. അതിൽ നിന്ന് പെഡഗോജി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മൊത്തമായിട്ട് നമ്മൾ ആ യൂണിറ്റിൽ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ വർക്ക് കൊടുക്കും, എത്ര ലെസൺ പ്ലാൻ അതിൽ ഉണ്ടാക്കാം, എന്തൊക്കെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ ICT എന്തൊക്കെ ഉപയോഗിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്ലാൻ ഉണ്ടാക്കലാണ് ആക്ച്വലി പെഡഗോജി എന്ന് പറഞ്ഞാല്. മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത ചോദിച്ചോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പെഡഗോജി എന്ന് പറഞ്ഞിട്ടല്ല, യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കില്, അതായത് ഡിഫറൻസ് ആയാലും ലെസൺ പ്ലാനും യൂണിറ്റ് പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള രീതിയിലാണ്. പെഡഗോജി കണ്ടില്ല. എനിക്കറിയില്ല എല്ലാവരുടെ എന്താ. ഓക്കെ, ഒരു പക്ഷേ യൂണിറ്റ് പ്ലാൻ എന്നുള്ളതിനെ ആയിരിക്കാം, പെഡഗോജി എന്നുള്ളതിനെ യൂണിറ്റ് പ്ലാൻ എന്ന് വിളിക്കുന്നതായിരിക്കാം. ആ ബുക്ക് ഏതാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഓക്കെ ഞാൻ ഈ ഒരു ഫയലാണ് ഫോളോ ചെയ്തത്, അതുകൊണ്ടാണ്. ഒന്ന് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞുതരാം. എന്റെ കയ്യിൽ ഇപ്പൊ ബുക്ക് ഇല്ല, ഇവിടെ എന്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടുന്നില്ല. നോക്കിയിട്ട് എഴുതാൻ പോരെ? ഓക്കെ, അപ്പം യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ എന്നുള്ള രണ്ട് പ്ലാനിങ്ങുകൾ പൊതുവെ ഇല്ല. യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പെഡഗോജി പ്രിപ്പയർ ചെയ്യുന്നതിന് ആയിരിക്കാം. റൈറ്റ്. സോ ഇതിന്റെ ഒരു കോമൺ ടോപ്പിക്കുകളിലേക്ക് പോവാണ്. ഫസ്റ്റ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണല്ലോ. ഇതിൽ ആദ്യം പരിചയപ്പെടുന്നത് എന്താണ് എയിം, എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. രണ്ട് ടേംസിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ഇവിടെ ആക്ച്വലി ചെയ്യുന്നത്. നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ എന്ത് എയിമാണ്? ടീച്ചിങ് എയിം, ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, അപ്പം എയിമും ഒബ്ജക്റ്റീവും നമ്മൾ ഡിഫറൻസിയേഷൻ പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. എയിംസ് ആർ ലോങ് ടേം ഗോൾ, അഥവാ ഒബ്ജക്റ്റീവ്സ് ആർ ഷോർട്ട് ടേം ഗോൾസ്. അഥവാ ഓരോരോ ക്ലാസ്സിൽ ഓരോരോ പീരീഡിലൊക്കെ നമ്മൾ കുട്ടി എന്ത് നേടണം എന്നുള്ള ഇതിനെയാണ് ഒബ്ജക്റ്റീവ്, ലേണിംഗ് ഒബ്ജക്റ്റീവ്, ലേണിംഗ് ഔട്ട്കം എന്നൊക്കെ പറയും. അത് ഷോർട്ട് ടേം ആണ്, കുറച്ചിനുള്ളതാണ്. എന്നാൽ എയിം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കോഴ്സ് കൊണ്ട് ഒരു കുട്ടി എന്തൊക്കെ നേടണം, അങ്ങനെ കുറച്ചുകൂടി ലോങ് ടേം ആയിരിക്കും. രണ്ട്, എയിംസ് ആർ ബ്രോഡ് ആൻഡ് കോമൺ. പൊതുവെ ഒരു വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താണ് എയിം ചെയ്യണത് എന്ന് ചോദിച്ചാൽ കുറച്ച് അച്ചടക്കം ഉണ്ടാക്കണം, അതല്ലെങ്കിൽ കുറച്ച് അറിവുണ്ടാക്കണം, അതല്ലെങ്കിൽ ബിഹേവിയറിൽ പുതിയ കോൺസെപ്റ്റ് ഉണ്ടാക്കണം. അതൊക്കെ വെച്ചാൽ ഒരു ലോങ് ടേം ആണ് ആക്ച്വലി. 1-2 ക്ലാസ് കൊണ്ടോ 1-2 പീരീഡ് കൊണ്ടോ ചിലപ്പോൾ 1-2 വർഷം കൊണ്ടോ ചിലപ്പോൾ നേടാൻ പറ്റണമെന്നില്ല. എന്നാൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നാരോ ആണ്, സ്പെസിഫിക് ആണ്. ഒരു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പോയം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ആണ്, അതൊരു നാരോ ആണ്. ആ ഒരു പോയം പഠിച്ചാൽ ആ ഒരു ലക്ഷ്യം നേടി. എന്നാലോ ടു ചേഞ്ച് ദി ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആ ബിഹേവിയർ മാറണമെങ്കിൽ ചിലപ്പോൾ കുറേ കാലം എടുക്കും, അല്ലെ? അപ്പം എയിം, ഒബ്ജക്റ്റീവ് തമ്മിൽ ഡിഫറൻസസ് ആണ് ഇവിടെ പറയണേ. ഓക്കെ, എയിം, ഫിലോസഫി, സോഷ്യോളജി ഈസ് മെയിൻ സോഴ്സ് ഓഫ് എയിം. അഥവാ ഫിലോസഫിക്കൽ ആണ്, സോഷ്യോളജിക്കൽ ആണ്. അതെ, നമ്മുടെ ഒരു ബിഹേവിയറൽ ചേഞ്ചോ അല്ലെങ്കിൽ ബി എ ഗുഡ് പേഴ്സൺ ഇൻ ദ സൊസൈറ്റി, അത് സോഷ്യൽ ആണ്. അപ്പൊ വെച്ചാല് അതൊക്കെ ബ്രോഡാണ്, അതല്ലെങ്കിൽ ലോങ് ടേം ആണ്. ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ സൈക്കോളജി ഈസ് എ മെയിൻ സോഴ്സ് ഓഫ് ഒബ്ജക്റ്റീവ്. അഥവാ സൈക്കോളജിക്കലി ഒരു കുട്ടി എങ്ങനെ പഠിക്കണം, സൈക്കോളജിക്കലി ഒരു കുട്ടി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്,
എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആക്ച്വലി ഒബ്ജക്റ്റീവില് പറയേണ്ടത്. ദേ ആർ ഡിഫിക്കൽട്ട് ടു അച്ചീവ്. എയിംസ് ഡിഫിക്കൽട്ട് ടു അച്ചീവ് എന്നാ പറഞ്ഞത്. പെട്ടെന്നൊന്നും കുട്ടിക്ക് കരസ്ഥമാക്കാൻ പറ്റൂല. കുറെ കുട്ടികൾ എയിം നേടാതെ പോകും, പ്രധാന ലക്ഷ്യം നേടാതെ പോകാം, കുറെ കുട്ടികൾ നേടിപ്പോകാം. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി അച്ചീവ്ഡ് കൺവീനിയന്റ്ലി. ഒബ്ജക്റ്റീവ് പറഞ്ഞ ഒരു കുട്ടിയും അതാത് സമയത്ത് നേടി പോകാനാണ് സാധ്യത. കാരണം ടീച്ചർ ഫോക്കസ് ചെയ്ത് ലേണിങ്ങിലൂടെ കുട്ടിക്ക് കിട്ടാനാണ് സാധ്യത. ദെൻ എയിംസ് കാൻ ബി ഇവാലുവേറ്റഡ്. അത് കൃത്യമായിട്ട് തീരെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂല ഒന്നും പറയാൻ കഴിയില്ല. എങ്കിലും കുട്ടിയുടെ ബിഹേവിയർ ചേഞ്ച് ഉണ്ടായോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിൽ ചേഞ്ച് ഉണ്ടായോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇവാലുവേഷൻ വിധേയമാക്കപ്പെടുന്നില്ല. അത് പിന്നീട് നമുക്ക് മനസ്സിലാവുമായിരിക്കും, ആ കുട്ടിക്ക് മനസ്സിലാവുമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഒബ്ജക്റ്റീവ് ദ ക്യാൻ ബി ഇവാലുവേറ്റഡ്. അഥവാ ആ പോയം കുട്ടിയോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് ആ പോയം പഠിഞ്ഞോ അല്ലേ എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും പിന്നെ ടു സ്റ്റഡി ദ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുകയാണെങ്കിലും അത് പഠിഞ്ഞോ ഇല്ലേ നോക്കാൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഒബ്ജക്റ്റീവ് കിട്ടിയോ ഇല്ലേ നോക്കാൻ വളരെ സിമ്പിൾ ആണ്. സ്കൂൾ, സൊസൈറ്റി ആൻഡ് നേഷൻ ഈസ് റെസ്പോൺസിബിൾ ടു അച്ചീവ് ദം. വെറുതെ ഒരു സ്കൂള് മാത്രം ലക്ഷ്യം വെച്ചാൽ അല്ലെങ്കിൽ സ്കൂൾ ടീച്ചർ മാത്രം വിചാരിച്ചാല് പോരാ എന്നുള്ളതാണ്. നമ്മൾ മൊത്തം സിലബസും കരിക്കുലും സൊസൈറ്റിയും ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യം വരെ നന്നായാലാണ് അല്ലെങ്കിൽ രാജ്യം വരെ തീരുമാനിച്ചാലാണ് ഒരു കുട്ടിന്റെ കൃത്യമായ എഡ്യൂക്കേഷണൽ എയിം അല്ലെങ്കിൽ ടീച്ചിങ് എയിം പൂർത്തിയാവുള്ളൂ എന്നാണ് പറയണത്. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ജനറലി ടീച്ചേഴ്സ് ഈസ് ഓൺലി റെസ്പോൺസിബിൾ. കാരണം അത് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് കുട്ടിക്ക് കിട്ടിയോ എന്നുള്ളത് മനസ്സിലാക്കുക. ആ ടീച്ചർ കൃത്യമായിട്ട് പഠിപ്പിച്ചാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, ലേണിംഗ് ഒബ്ജക്റ്റീവ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ അതിൽ പറഞ്ഞത് നോൺ ഒബ്സർവബിൾ ആണ്, നേരത്തെ പറഞ്ഞു. എന്നാൽ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്, ഒബ്സർവബിൾ ആണ്. ഓക്കെ, ആൻഡ് ടു അച്ചീവ് എയിം വി ഹാവ് ടു ഗോ ബിയോണ്ട് കരിക്കുലം. ഒരു സ്വഭാവത്തിലുള്ള ഒരു മാറ്റം കുട്ടിക്ക് കിട്ടണമെങ്കിൽ കരിക്കുലം മാത്രം പഠിച്ചാൽ കിട്ടില്ല എന്നാ പറയുന്നത്. കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ മനസ്സിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, കുട്ടി ക്ലാസ് റൂമിൽ മാത്രം ഇരുന്ന് പോരാ, സിലബസ് പഠിച്ചാൽ മാത്രം പോരാ, കരിക്കുലം മാത്രം നോക്കിയാൽ പോരാ. അതിനൊക്കെ അപ്പുറത്ത് കുട്ടിക്ക് അവസരങ്ങളും കുട്ടിക്ക് തിരിച്ചറിവുകളും ഒക്കെ കിട്ടണം എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് വിത്തിൻ ദ കരിക്കുലാണ്, സിലബസിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് അക്വയർ ചെയ്യാൻ വേണ്ടത്. എയിംസും ഒബ്ജക്റ്റീവും തമ്മിലുള്ളൊരു ഡിഫറൻസിയേഷൻ ഐഡിയ കിട്ടിയോ? ഹലോ, ഓരോ പീരീഡിലും കുട്ടി ഒരു ഒബ്ജക്റ്റീവ് എങ്കിലും നേടിയിട്ടുണ്ടാവും. ഇപ്പം ഇതല്ലേ ടു മേക്ക് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഷാൾ ബി ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് എയിം ആൻഡ് ഒബ്ജക്റ്റീവ്. ഇത് എനിക്ക് വേണമെങ്കിൽ ഒരു ഒബ്ജക്റ്റീവായി കാണാം, എന്നിട്ട് ഇത് ഞാൻ പഠിപ്പിച്ചു തരാം. എയിംസും ഒബ്ജക്റ്റീവും നമ്മൾ ഡിഫറൻഷിയേഷൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ചോദിക്കുക, പിന്നെ ഇത് തമ്മിൽ എന്താ ഡിഫറൻസിയേഷൻ, ഏതാണ് ലോങ് ടേം, ഏതാണ് ഷോർട്ട് ടൈം, ഏതാണ് അച്ചീവബിൾ ഏതാണ് മെഷറബിൾ അല്ലാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുണ്ടെങ്കിൽ നിങ്ങളെ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് നേടി എന്ന് പറയാൻ പറ്റും. അഥവാ അത് ഷോർട്ട് ടൈം ആണ്, ഓക്കെ എന്ന് പറയും. എല്ലാരും ഓക്കെ പറഞ്ഞു കേട്ടോ, ഒരു കുഴപ്പമില്ല, പൈസ ഒന്നും തരണ്ട. ഒരു ഓക്കെ, ഒരാൾ ഒരു ഓക്കെ ചെയ്തോ, ഒരു ഓക്കെ ചെയ്തോ ഒരു നേരം, രണ്ട് ഓക്കെ വേണ്ട. പിന്നെ കൂടുതലും ഒക്കെ പറഞ്ഞ ആൾക്കാർക്ക് നമ്മള് ഇന്നിവിടെ പായസൊക്കെ ഉണ്ട്, ബാക്കി വേണ്ടി തരണ്ട്. ആ പായസാറ് കേട്ടില്ല, ഉപ്പരെങ്ങാനും ഈ മലപ്പുറം ജില്ലയിൽ പോകണ്ടെങ്കിൽ ഇപ്പൊ വരും. ഈ പറഞ്ഞത് മാത്രം ഉപ്പറ ക്ലാസ് നിന്ന് കേൾക്കൂട്ടോ, വേറെ ഒന്നും കേൾക്കൂല. ഈ പറഞ്ഞ ഒബ്ജക്റ്റീവും ഈ പറഞ്ഞ എയിമൊന്നും കേട്ടിട്ടുണ്ടാവില്ല, പായസം മാത്രം കേൾക്കൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത രണ്ട് ടേംസ് ഇപ്പൊ ഇത്രയും ഇത്രയാണ്. ഒന്ന് എന്താണ് പെഡഗോജി എന്ന് പറഞ്ഞു, ഇതിന്റെ കൂടെ തന്നെ ലെസൺ പ്ലാൻ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ല, എന്തിനാ ലെസൺ പ്ലാൻ, എന്തിനാണ് പെഡഗോജി, ഇതൊരു പ്ലാനിങ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇൻട്രൊഡക്ഷനിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ എയിംസും ഒബ്ജക്റ്റീവ്സും ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഇതുവരെ കഴിഞ്ഞത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സും ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇത് പഠിക്കുമ്പോൾ ഓരോ ടേംസും കേൾക്കുമ്പോൾ സിമ്പിൾ ആണോ നമുക്ക് തോന്നും. ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവും ബിഹേവിയറൽ ഒബ്ജക്റ്റീവും തമ്മിൽ
ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ അത് രണ്ടും ഒന്നല്ലേ എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോവുക. അപ്പൊ അതുകൊണ്ട് ഒരു നാരോ ഡിഫറൻസസ് ഇവർ തമ്മിലുള്ളൂ. എന്നാൽ എന്നെ കൂടെ കഴിയുന്ന പോലെ ഞാൻ എന്ത് ചെയ്യാം, രണ്ടാളെ രണ്ടാക്കി പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു ഓക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ സർ. ഓക്കെ സർ. മതി മതി, LKG കുട്ടികളോട് ചോദിക്കണം തന്നെയാണ്, പിന്നെ നേരത്തെ ഓക്കെ ആയിരിക്കും. അപ്പം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവും ബിഹേവിയറൽ ഒബ്ജക്റ്റീവും ഞാൻ നേരത്തെ പറഞ്ഞ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്നുള്ള ടേം നിങ്ങൾക്ക് മനസ്സിലാക്കണോ? ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്നുള്ള ടേം മനസ്സിലാക്കണോ? ലേണിംഗ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം, ഇങ്ങനെ രണ്ട് വാക്കും പറയലുണ്ട്. എന്താ മനസ്സിലാക്കണോ? മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, അത് ചോദിക്കണം. ശരിക്കും മനസ്സിലാവാത്ത ആരെങ്കിലും ഇല്ല? ആരുമില്ല, എല്ലാവർക്കും മനസ്സിലാക്കുക. ആ യൂണിറ്റിന് എന്തൊക്കെ സാധനം കിട്ടിയെന്നല്ലേ? കിട്ടിയെന്നല്ല, കിട്ടണം. കിട്ടണം. അഥവാ നമ്മളിപ്പോ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോവാണെങ്കിൽ ഇന്ന് എനിക്ക് മിനിമം ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഔട്ട്കം ഉണ്ടാവും. ഇന്നത് കുട്ടിക്ക് പഠിക്കണം. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറയാണ്, ഇപ്പോ ഒരു ചെറിയ ക്ലാസ്സിൽ ഇന്ന് ഞാൻ അഡിഷൻ ആണ് പഠിപ്പിക്കാൻ പോണ സങ്കല്പിക്കുക. അപ്പൊ അന്നത്തെ എന്റെ ലേണിംഗ് ഔട്ട്കം എന്താ വെച്ചാല് അഡിഷൻ കുട്ടികൾക്ക് പഠിക്കണം. ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ, എന്താ പറയാ, എന്തിനു പറയുന്നത്, സംഖ്യകൾ തമ്മിൽ കൂട്ടാന് കുട്ടിക്ക് പഠിക്കണം എന്നുള്ളതായിരിക്കും. അപ്പൊ അന്നത്തെ ഒരു ക്ലാസ് റൂം പ്രൊസീജിയേഴ്സ് കഴിയുമ്പോൾ ആ കുട്ടി എന്തിന് ഏബിൾ ആവണം? സംഖ്യകൾ തമ്മിൽ കൂട്ടാന് ഏബിൾ ആവണം. ഞാൻ ചെറിയൊരു ഉദാഹരണം വെച്ച് പറഞ്ഞതാണ്. മനസ്സിലാക്കണോ? ഓക്കെ, അതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ആ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്. ലേണിംഗ് ഒബ്ജക്റ്റീവ് ഇസ് ഈക്വൽ ടു ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവും ബിഹേവിയറൽ ഒബ്ജക്റ്റീവും, അതല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവും ലേണിംഗ് ഒബ്ജക്റ്റീവും തമ്മിൽ ആ രണ്ട് സാധനങ്ങളാണ് പഠിക്കാൻ പോണത്. അപ്പം ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ടീച്ചർക്ക് ഓൾറെഡി ഇന്നതാണ് കുട്ടി പഠിക്കേണ്ടത് എന്നുള്ളൊരു സാധനം ഉണ്ടാവും. ആ ക്ലാസ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് പഠിഞ്ഞോ എന്നാണ് നമ്മൾ നോക്കുക. അതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല്. ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഒബ്ജക്റ്റീവിന്റെ താഴെയുള്ള ഒരു സാധനമാണ്. അഥവാ ഒരു കുട്ടി ഓരോരോ പ്രവർത്തനങ്ങൾ, ഇപ്പൊ കുട്ടി സംഖ്യകൾ എഴുതണം, അതൊരു ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്. അതെ, ഞാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ്. ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് ഇപ്പൊ പറയണത്. അഥവാ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആ കുട്ടി ഈ ലേണിംഗ് ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ ഒബ്ജക്റ്റീവുകളാണ് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്. അഥവാ കുട്ടി സംഖ്യകളെ തിരിച്ചറിയുന്നു. ഓക്കെ, കുട്ടി സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതുന്നു. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സാധനമാണ്. അതിൻ്റെ ഒക്കെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിരിക്കും ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് അഥവാ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ താഴെയുള്ള ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റുകളാണ് ആക്ച്വലി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയോ? ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇനി താഴത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇനി ഇങ്ങനെ പോയിന്റ്സ് വായിച്ചുതരാം. ബേസിക്കലി സ്റ്റേറ്റ്മെന്റ് വിച്ച് ക്ലിയർലി ഡിസ്ക്രൈബ് ആൻഡ് ആന്റിസിപ്പേറ്റ് ലേണിംഗ് ഔട്ട്കം. അഥവാ നമ്മൾ ലേണിംഗ് ഔട്ട്കത്തിലേക്ക് എത്തണം, അതിലേക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാം. അതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ദ ടീച്ചേഴ്സ് ആസ് വെൽ ആസ് ദ ലേണേഴ്സ്. കാരണം ടീച്ചർക്കും ലേണേഴ്സും അത്യാവശ്യമാണ്. ഓരോ കുട്ടി ഓരോരോ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ടീച്ചർക്കും അറിയണം, കുട്ടിക്ക് അറിയണം. അതുകൊണ്ട് ലേണിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. ഇത് ശരിക്കും കുട്ടികൾക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം ഒരു സംഖ്യ എഴുതുക, പിന്നെ രണ്ടാമത്തെ സംഖ്യ എഴുതുക, ആ വലത് ഭാഗത്തുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുക, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് ചേർത്തിട്ടാണ് ഫൈനലി ഒരു ബിഹേവിയറൽ ഒബ്ജക്റ്റീവിലേക്ക് അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കത്തിലേക്ക് എത്തുക. ആൻഡ് ഇറ്റ് ഈസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് ലെസൺ പ്ലാൻ. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവാണ്. കാരണം ഓരോരോ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഓരോരോ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ കുട്ടിക്ക് കിട്ടണം. Then before start teaching, teacher must be guided by instructional objective. ടീച്ചർക്ക് ആദ്യം എന്താ അറിയണം, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. ഓരോരോ സ്റ്റെപ്പും കുട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കുട്ടികൾക്ക് അവിടെ ഇൻസ്ട്രക്ഷൻസ് പോകേണ്ടത് എന്ന് ടീച്ചർക്ക് അറിയണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഡൊമൈൻസ് ഓഫ് ലേണിംഗ്. ഈ ടേംസ് നോക്കിക്കോ കേട്ടോ. കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ. ഇത് ഇനി ഒരുപാട് കേൾക്കും. 3 മേഖലകളിലാണ് ആക്ച്വലി ലേണിംഗ് നടക്കുന്നത്. ഓക്കെ, ഡൊമൈൻസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനം നടക്കുന്നത് 3 മേഖലകളിലാണ്. ഒന്ന് കോഗ്നിറ്റീവ് ആണ്, നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും നമ്മുടെ മനസ്സിലാക്കലുകളുമാണ് കോഗ്നിറ്റീവ്. 2 അഫക്റ്റീവ് ആണ്, നമ്മുടെ ഫീലിങ്സ് ആണ്.
അതിന് ഓരോ സബ്ജക്റ്റിനുള്ള ഫീലിങ്സ്, നമുക്ക് അതിന് എന്ത് ഫീൽ ചെയ്യണം എന്നുള്ളതാണ് അഫക്റ്റീവ്. 3 സൈക്കോ മോട്ടോറാണ്. ദാറ്റ് മീൻസ് നമ്മളെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്, പ്രവർത്തനങ്ങളാണ്, നമ്മൾ ശരീരം കൊണ്ടൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ 3 മേഖലയിലാണ്, 3 ഡൊമൈൻസ് ആണ് ലേണിങ്ങിലുള്ളത്. ഇത് ഇനിയും കേൾക്കും. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കാര്യങ്ങളാണ്, ചിന്താപരമായ കാര്യങ്ങളാണ്. അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ഇമോട്ടീവ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് എന്നൊക്കെ പറയാം. സൈക്കോ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് മോട്ടോർ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഈ 3 പ്രവർത്തനങ്ങളിലൂടെയാണ് ലേണിംഗ് നടക്കുക, അല്ലെങ്കിൽ ഈ 3 പ്രോസസ്സിലൂടെയാണ് ലേണിംഗ് നടക്കുക. അപ്പൊ ഇത് ഇനിയും പറയൂ കേട്ടോ. ദെൻ ഒബ്ജക്റ്റീവ് ഷുഡ് സ്റ്റേറ്റ് വാട്ട് ദ ലേണർ ഷുഡ് ബി ഏബിൾ ടു ഡു. ഓരോ കുട്ടിയും എന്താ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ പർപ്പസ് ആണ് ഡിഫൈൻ ഡിസൈഡ് ഔട്ട്കം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ടേംസ് ഓഫ് ടാസ്ക് ദാറ്റ് സ്റ്റുഡന്റ് വിൽ ബി ഏബിൾ ടു പെർഫോം. അഥവാ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോരോ ടാസ്കുകളാണ്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിക്കാണ് കേട്ടോ. അഥവാ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ ചെറിയ ചെറിയ ടാസ്കുകളാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. എസ്റ്റാബ്ലിഷ് എക്സ്പെക്ടേഷൻ ഫോർ ദ സ്റ്റുഡൻസ്. ഇവിടെ കുട്ടികൾക്ക് എന്ത് ഓരോ കുട്ടിക്ക് വേണ്ട ചെറിയ ചെറിയ എക്സ്പെക്ടേഷൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. അഥവാ കുട്ടി എന്ത് ചെയ്യാണ്, ഇത് ഓക്കെ, ഇത് ഞാൻ ചെയ്യണം, അത് ചെയ്യുന്നു, അടുത്ത ഇത് ചെയ്യണം, അത് ചെയ്യുന്നു. അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് മാത്രം. Then focus course development and teaching activities or relevant information and skills. ഇവിടെ നമുക്ക് ആ കുട്ടിക്ക് ലേണിംഗിലേക്ക് വേണ്ട ആക്ടിവിറ്റീസ്, അതിന് വേണ്ട ഡെവലപ്മെന്റുകൾ, അതിന് വേണ്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സ്കില്ലുകളൊക്കെ ഈ ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് വഴിയാണ് കിട്ടുക. എന്താണ് കുട്ടി ചെയ്യേണ്ടത്, എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, എന്താണ് ഔട്ട്കം വരേണ്ടത് എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിലാണ് ഉണ്ടാവുക. ആൻഡ് പ്രൊവൈഡ് എ ക്ലിയർ റീസൺ ഫോർ ടീച്ചിങ്. അഥവാ ഓരോ സമയത്ത് ടീച്ചർ എന്താ കൊടുക്കേണ്ടത്, എന്തിനു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സുമായി റിലേറ്റഡ് ആണ്. ആൻഡ് പ്രൊവൈഡ് സർട്ടൻ ക്രൈറ്റീരിയ ഫോർ എലിമിനേറ്റിംഗ് അൺനെസസറി ഇൻഫർമേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. അഥവാ കുട്ടിയോട് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അൺനെസസറി ആക്ടിവിറ്റീസും അൺനെസസറി ആക്ഷൻസും ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ പാടില്ല, ഇവിടെ എങ്ങനെ ചെയ്യണം, ഇവിടെ എങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇൻഡിക്കേറ്റ് ഹൗ സക്സസ് ക്യാൻ ബി മെഷേർഡ്. അതേപോലെ തന്നെ എങ്ങനെ കുട്ടിന്റെ സക്സസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ മെഷർ ചെയ്യാം. കുട്ടി ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടോ, ഓരോരോ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഇനി ഇങ്ങനെ ഇതിന്റെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അതായത് സ്പെസിഫിക് ആണ്, മെഷറബിൾ ആണ്, ഷോർട്ട് ടേം ആണ്, ഒബ്സർവബിൾ ആണ് നമുക്ക് എന്ന് പറയാം. കാരണം കുട്ടിക്ക് ഓരോരോ ചെറിയ ചെറിയ സ്പെസിഫിക് ആയിട്ടുള്ള ഇത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ഗ്രാമറോ അല്ലെങ്കിൽ ഒരു ടെൻസോ ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, സബ്ജക്ട് എഴുതണം, പിന്നെ വെർബ് എഴുതണം, വെർബിന്റെ ഓക്സിലറി വെർബ് എഴുതണം, വെർബിന്റെ ING ഫോം വേണം. ഇങ്ങനെ ഓരോന്നായിട്ട് കുട്ടിക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആ കുട്ടി അതിങ്ങനെ മനസ്സിലാക്കുന്നതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് മെഷറബിൾ ആണ്, സ്പെസിഫിക് ആണ്, ഷോർട്ട് ടേം ആണ്, ഒബ്സർവബിൾ ആണ്. ഓക്കെ, then it indicates the desirable knowledge, skills of attitude to be gained. കുട്ടി എന്തൊക്കെ അറിവ് നേടണം, എന്തൊക്കെ സ്കിൽസ് നേടണം, അല്ലെങ്കിൽ എന്തൊക്കെ അറ്റൈൻ ചെയ്യണം എന്നുള്ളതൊക്കെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ ഭാഗമാണ്. അതുപോലെ ഇത് ഡിസ്ക്രൈബ് ദ പെർഫോമൻസ് ഓഫ് ദ ലേണർ ഷുഡ് ബി ഏബിൾ ടു ഡെമോൺസ്ട്രേറ്റ് ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഥവാ എന്ത് ചെയ്യണമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി എന്താ ചെയ്യേണ്ടത്, എന്ത് പെർഫോം ചെയ്യണം എന്നൊക്കെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഡിസ്ക്രൈബ് ദ ലേണിംഗ് ഔട്ട്കം. അഥവാ ഫൈനലി എന്താണ് ഔട്ട്കം കിട്ടേണ്ടത് എന്നുള്ളത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിൽ എന്തുണ്ടാവും, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്ക്രൈബ് എ ലേണിംഗ് ആക്ടിവിറ്റി. അഥവാ ഈ പോയിന്റിൽ ഒരു വൈരുദ്ധ്യമുള്ള പോയിന്റ് കേട്ടോ. ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്ക്രൈബ് എ ലേണിംഗ് ആക്ടിവിറ്റി എന്നുള്ളത് പ്രവർത്തനങ്ങളെ വിശദീകരിക്കുകയല്ല ആക്ച്വലി ചെയ്യണത്. എന്താണ് വരുന്നത് വെച്ചാൽ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുകയല്ല, ആ പ്രവർത്തനം ചെയ്താൽ കുട്ടി എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്താൽ എന്താ കിട്ടുക, അല്ലെങ്കിൽ കുട്ടിക്ക് എന്താണ് കിട്ടേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആക്ച്വലി. പ്രവർത്തനങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫോക്കസ് ഓൺ ദ ലേണർ നോട്ട് ഓൺ ദ ടീച്ചർ. അഥവാ ലേണറാണ്, കുട്ടിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം കൺസ്ട്രക്റ്റീവ്സ് ആണ്, സ്റ്റുഡന്റ് ഓറിയന്റഡ് ലേണിംഗ് ആണ്, അല്ലെങ്കിൽ ടീച്ചിങ് ആണ്. അതുകൊണ്ട് കുട്ടികൾക്കാണ് പ്രാധാന്യം, കുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ദ ലേണർ വിൽ ബി എക്സ്പെക്ടഡ് ടു ബി ഏബിൾ ടു ഡു. കുട്ടി എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ സമയത്ത് കുട്ടികൾ അക്ഷരങ്ങൾ മാറ്റി എഴുതുന്നു, അല്ലെങ്കിൽ അക്ഷരം കൂട്ടി എഴുതുന്നു,
അതിന് റിസൾട്ട് കാണുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസങ്ങൾ കാണുന്നു എന്നൊക്കെയുള്ള ചെറിയ ചെറിയ എക്സ്പെക്ടേഷൻസ് ആണ് ആക്ച്വലി ഈ ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്ക്രൈബ് എ ടീച്ചർ ആക്ടിവിറ്റി. ടീച്ചറുടെ ആക്ടിവിറ്റികളല്ല ആക്ച്വലി ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ വേർബ്സ് സച്ച് ആസ് ടു നോ, ടു അണ്ടർസ്റ്റാൻഡ്, ടു എൻജോയ് അങ്ങനെയുള്ള പിന്നെ ആർ വാല്യൂ ആൻഡ് നോട്ട് ഒബ്സർവബിൾ. അപ്പൊ നമുക്കില്ലേ ചില കാര്യങ്ങൾ ഇപ്പോ ടു നോ, ടു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ കുട്ടിക്ക് മനസ്സിലാകുന്നു അല്ലെങ്കിൽ കുട്ടി മനസ്സിലാക്കുന്നു, ഇങ്ങനെ നോയിങ്, അണ്ടർസ്റ്റാൻഡിങ്, എൻജോയിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പം ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ പോയിന്റ് മാത്രമാണ് കേട്ടോ. ഇത്തരം വെർബുകൾ കൊടുത്താൽ അല്ലെങ്കിൽ ഇത്തരം ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുന്നു, റൈറ്റ്? കുട്ടിക്ക് വായിച്ച് മനസ്സിലായോ അല്ലെങ്കിൽ കുട്ടിക്ക് അത് അറിയുന്നുണ്ടോ എന്ന് നേരിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റൂല എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ആൻഡ് വേർബ്സ് സച്ച് ആസ് ടു ഐഡന്റിഫൈ, ടു ലിസ്റ്റ്, ടു കമ്പ്യൂട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഒബ്സർവബിൾ ആണ് എന്നാണ് പറയണേ. അപ്പൊ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല, ചിലത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. പിന്നെ സീക്വൻഷ്യലി അപ്രോപ്രിയേറ്റഡ്, നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു ഓർഡർ ആക്കിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ടു ബി അറ്റൈനബിൾ വിത്തിൻ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. ഓരോരോ സ്റ്റെപ്പും കുട്ടി എങ്ങനെ കടന്നു പോകണ്ടേ എന്നുള്ള എത്ര സമയം കൊണ്ട് കടന്നു പോകണം എന്നൊക്കെയുള്ള നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അറിയണം. ആൻഡ് ഒബ്ജക്റ്റീവ് ടു ബി ഡെവലപ്ഡ് അപ്രോപ്രിയേറ്റ്ലി. കുട്ടികളുടെ ഇന്റലക്ച്വൽ ലെവൽ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കഴിയുന്ന പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഇനി ഇതന്നെയാണ് ആക്ച്വലി ലേണിംഗ് ഔട്ട്കത്തിലും സെയിം പോയിന്റുകൾ കുറെ വരും കേട്ടോ. ഹലോ, ഇത് കുറച്ചൊക്കെ ചില ഈ അപ്ലിക്കേഷൻ ലെവലിലും ടീച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു വട്ടെങ്കിലും ലേണിംഗ് ഔട്ട്കംസോ ഒക്കെ കണ്ട ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്തേക്കാം. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. എന്തിനാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്, എന്താണ് അതിന്റെ പ്രാധാന്യം? ഒന്ന്, ഇമ്പോർട്ടൻറ്റ് ടു ബോത്ത് ലേണേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ് അഥവാ ടീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുട്ടി എന്തൊക്കെ ഇങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഓരോരോ സ്റ്റെപ്പ് ആയിട്ടും കുട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കംസ് എന്തൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. ടീച്ചേഴ്സിനും അറിയാം. ആരന്മാരെ പാട്ട് പറഞ്ഞ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അതിന് അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ വിടല്ലേ. ആരുട്ടിന്ന് എനിക്ക് ഞാൻ കാണൂല. അൻഷിത. ഓക്കെ, അൻഷിത കുട്ടിനെ ഉറക്കാണോ, കുട്ടി അൻഷിതനെ ഉറക്കാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അൻഷിത പോയി തോന്നുന്നു. സോ ദേ ഹെൽപ് ലേണേഴ്സ് പ്ലാൻ ദെയർ സ്റ്റഡി ആൻഡ് പ്രിപ്പയർ ഫോർ എക്സാമിനേഷൻ. ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആക്ച്വലി പരീക്ഷയ്ക്ക് വരിക. അതുകൊണ്ട് ലേണേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ പഠനം സ്റ്റഡി പ്ലാൻ ചെയ്യാം, അതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ദ ഗൈഡ് ദ ഇൻസ്ട്രക്ടേഴ്സ് ഇൻ പ്ലാനിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡിവൈസിങ് ടെസ്റ്റ്. ഈ ഇൻസ്ട്രക്ടേഴ്സിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിനും എന്ത് ചെയ്യാം, ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, വർക്ക് കൊടുക്കാനുള്ളതും ഒക്കെ. പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. ഒക്കെ സില്ലിയാണ്. ദേ ആർ ദ ഹാർട്ട് ഓഫ് ടീച്ചിങ്, അഥവാ ടീച്ചിങ്ങിന്റെ ഒരു ഹൃദയമാണ് എന്നാണ് പറയുന്നത്. അത് അതിന്റെ കോർ ഓഫ് ടീച്ചിങ് എന്നൊക്കെ നമുക്ക് പറയാം, ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇനി ഇങ്ങനെ ഈ ഒരു സാധനങ്ങൾ നേരത്തെ പറഞ്ഞ കുറെ സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ടു പ്രൊവൈഡ് ഡയറക്ഷൻ ഫോർ ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ് ബൈ ക്ലിയർലി സ്റ്റേറ്റിംഗ് ദ ഇന്റൻഡഡ് ലേണിംഗ് ഔട്ട്കം. കൃത്യമായ ലേണിംഗ് ഔട്ട്കം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷണൽ പ്രോസസ്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവുകൾ കൃത്യമായി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ടു കൺവേ ഇൻസ്ട്രക്ഷണൽ ഇന്റന്റ് ടു സ്റ്റുഡന്റ്, പാരന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ അതോറിറ്റീസ്. കുട്ടി എന്തൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് കൃത്യമായി സ്റ്റുഡൻസിനും പാരന്റ്സിനും ടീച്ചേഴ്സിനും എഡ്യൂക്കേഷൻ അതോറിറ്റീസിനും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാം. ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ലേണിംഗ്. കുട്ടിന്റെ ലേണിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, അവന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിലൂടെ കടന്നു പോകാം. They state in clear terms behavioral changes expected from a learner after with a learning activity. They state in clear terms behavioral changes expected. കുട്ടിന്ന് എന്തൊക്കെ ബിഹേവിയറൽ ചേഞ്ച്, അല്ലെങ്കിൽ കുട്ടിന്ന് എന്തൊക്കെ മാറ്റങ്ങള്, ഇംപ്രൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.
അതുപോലെ തന്നെ വിത്തൗട്ട് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ എ ടീച്ചർ ടു അസസ് ദ ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്. കുട്ടിന്റെ ഓരോരോ കുട്ടികൾ നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ കുട്ടി എന്തൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് കുട്ടി നമുക്ക് കാണിച്ചു തരികയാണെങ്കിൽ, കുട്ടി അത് ഷോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? കുട്ടിയിലേക്ക് വേണ്ട കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതല്ല, കുട്ടി അതിലൊക്കെ വിമുഖത കാണിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും എത്തുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കാം. ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എൻകറേജ് റിഫ്ലക്ഷൻ ആൻഡ് ഗുഡ് കോഴ്സ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇത് എൻകറേജ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്നുള്ള വാക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ? റിഫ്ലക്ഷൻ ഓർമ്മ ഉണ്ടോ? ടീച്ചേഴ്സ് റിഫ്ലക്ഷൻ ഉണ്ട്, അതേപോലെ സ്റ്റുഡൻസ് റിഫ്ലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ മുമ്പേ പഠിച്ചതിനെ ഓർത്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ വീണ്ടും റിവ്യൂ ചെയ്യാം. അതിനുള്ള റിഫ്ലക്ഷൻ. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ഡെവലപ്മെന്റ് ഉണ്ടോ, സ്റ്റുഡൻസിനും കുട്ടിയുടെ ഡെവലപ്മെന്റ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. ഇറ്റ് ഹെൽപ്സ് ടു ഡിഫൈൻ റീഇൻഫോഴ്സ്മെന്റ് സിറ്റുവേഷൻസ് ഫോർ ദ ലേണേഴ്സ്. ഇനി ഇപ്പൊ കുട്ടികൾക്ക് കൊടുത്ത സിറ്റുവേഷൻസും കൊടുത്ത ആക്ടിവിറ്റികളും പോരെ, അതല്ല ഇനിയും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റികൾ കൊടുക്കണോ, അതാണോ കുട്ടികൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാം. ആക്ടിവിറ്റീസും പ്രോസസ്സസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അവരെ കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യാം. അതുപോലെ they enable the teacher to modify methods to suit the process of eliciting those behavior. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടീച്ചിങ് സ്ട്രാറ്റജീസ് മാറ്റാം. കാരണം കുട്ടിക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സ്ട്രാറ്റജികൾ അവർക്ക് റീഇൻഫോഴ്സിങ് അല്ല, മോട്ടിവേറ്റിംഗ് അല്ലെങ്കിൽ അത് മാറ്റാം. അപ്പം കുട്ടിക്ക് അതിന് വേണ്ടി ഓരോരോ ടാസ്കുകൾ കൊടുക്കുകയാണ്. അപ്പൊ അത് കുട്ടികൾ ആക്റ്റീവായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ആക്റ്റീവായി ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല. അപ്പൊ അതൊക്കെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാവാന്ന് പറയുന്നത്. ദെൻ ദേ ഹെൽപ് ദ ടീച്ചർ ടു നോ ഹൗ വെൽ ദ സ്റ്റുഡൻസ് ഹാവ് കവേർഡ് ദ കണ്ടന്റ്. എത്രത്തോളം നല്ല രൂപത്തിൽ കുട്ടികൾ പാഠം പഠിച്ചു എന്നൊക്കെ ടീച്ചർക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദേ ഗിവ് ഡയറക്ഷൻ ടു ബോത്ത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചേഴ്സിന് കുട്ടികൾക്കുള്ള ഡയറക്ഷൻസ് ആണ് ഇൻ ദ സെലക്ഷൻ ആൻഡ് യൂസ് ഓഫ് മെറ്റീരിയൽസ്. ഏത് മെറ്റീരിയൽ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ പഠിക്കണം, എന്ത് മെത്തേഡ്സ് ഉപയോഗിക്കണം, എന്ത് ആക്ടിവിറ്റി ക്ലാസ് കളിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഉള്ള ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ മോട്ടിവേഷനൊക്കെയാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. നേരെ ബിഹേവിയറൽ ഒബ്ജക്റ്റീവിലേക്കാണ്. ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് ഇസ് എ ലേണിംഗ് ഔട്ട്കം സ്റ്റേറ്റഡ് ഇൻ മെഷറബിൾ ടേംസ്. കുട്ടിന്റെ പഠനം, കുട്ടി ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് നേടുന്നു അല്ലെങ്കിൽ എന്ത് നേടണം എന്നുള്ളതാണ് ലേണിംഗ് ഔട്ട്കത്തിൽ പറയുന്നത്. So points in writing behavioral objectives. On the begin with a verb. The verb selected from learning activities. അഥവാ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ പോയം. ഓക്കെ, അതല്ലെങ്കിൽ ഇതിന് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ബിഹേവിയർ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. റിമെമ്പറിങ് പ്രീവിയസ്ലി ലേൺഡ് ഫാക്ട്, കുട്ടി മുന്നേ പഠിച്ചത് ഓർക്കണം. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഓർ ഗ്രാബ് ദ മീനിങ് ഓഫ് മെറ്റീരിയൽ, നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസിന്റെ മീനിങ് കുട്ടി മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ബിഹേവിയറൽ ഒബ്ജക്റ്റീവുകൾ ഉണ്ട്. ഇത് ഓൾറെഡി നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലേണിംഗ് ഔട്ട്കംസ് ഒബ്സർവബിൾ ആണ്, മെഷറബിൾ ആണ്. കൺസ്ട്രക്റ്റഡ് ടു ബി ആൻ ആക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് ക്യാൻ ബി സീൻ, ഫെൽറ്റ്, ഹേർഡ് ബൈ അനദർ പേഴ്സൺ. അഥവാ കുട്ടിന്റെ ബിഹേവിയർ, കുട്ടിന്റെ നോളജ് ഒക്കെ വേറൊരാൾക്ക് കാണാനും അതിനെ അസസ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റണം. State each objective so that it includes only one general learning outcome. ഓരോ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം. ഓരോന്ന് പറഞ്ഞ് എന്താന്നുള്ളത് പറയണം. ഒരു ജനറൽ ലേണിംഗ് ഔട്ട്കത്തിലേക്കാണ് അത് എത്തേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിരിക്കും. ഇനി അതിന്റെ എക്സാമ്പിൾസ് ഉണ്ടോ? നോളജ്, കോംപ്രഹെൻഷൻ, അപ്ലിക്കേഷൻ, 3 ലെവലിലുള്ള ഓരോ എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് താഴെ മോട്ടിവേഷൻ ആൻഡ് ബിഹേവിയറൽ ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. അഥവാ ബിഹേവിയറൽ ലേണിംഗും മോട്ടിവേഷൻ തമ്മിൽ എന്താണ് ബന്ധം? ഇത്രയേ ഉള്ളൂ. മോട്ടിവേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ബിഹേവിയർ ലേണിംഗ്. ബിഹേവിയറൽ ലേണിംഗിലേക്ക് പോകണമെങ്കിൽ അത് ഒരു കുട്ടി കൃത്യമായിട്ട് ഒരു പാഠം പഠിച്ചിട്ട് ദാറ്റ് മീൻസ് ഒരു കോണ്ടന്റ് പഠിച്ചിട്ട് അതിൽ നിന്ന് വേണ്ട മാറ്റങ്ങൾ എത്തണമെങ്കിൽ ആ കുട്ടിക്ക് മോട്ടിവേഷൻ കിട്ടണം. നമ്മൾ സാധാരണ പറയില്ലേ, എന്ത് പ്രവർത്തനം ചെയ്യണമെങ്കിലും ഒരാൾക്ക് മോട്ടിവേഷൻ നിർബന്ധമാണ്. ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ മോട്ടിവേഷൻസ് ആർ നെസസറി. Positive reinforcement can be motivators for students. A positive reinforcement, that means നീ നന്നായി ചെയ്യുന്നു,
അല്ലെങ്കിൽ നിനക്ക് നന്നായി ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യും കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനായി മാറും. അത് ബിഹേവിയറൽ ലേണിംഗിലേക്ക് എത്തിക്കും. ദാറ്റ് മീൻസ് ബിഹേവിയർ ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ലേണിംഗ് ഔട്ട്കം എന്നുള്ളതാണ്. ലേണിംഗ് ഔട്ട്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി കുട്ടിയിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ. ഓക്കെ, ഇപ്പം ഒരു കുട്ടിക്ക് ഒരു പ്രകൃതിയെ കുറിച്ചുള്ള പാഠം പഠിച്ചാൽ പ്രകൃതിയോട് ഒരു സ്നേഹം ഉണ്ടാവണം. അതൊക്കെ ബിഹേവിയർ ലേണിംഗിന്റെ ഭാഗമാണ്. ഇനി എന്തിനാണ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? അതിന്റെ പർപ്പസ് ആണ്. ഒന്ന് ഗൈഡ് ഫോർ ദ ടീച്ചേഴ്സ് ഡിസൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. ടീച്ചേഴ്സിന് അവരുടെ ആക്ടിവിറ്റീസും ഇൻസ്ട്രക്ഷൻസും പ്ലാൻ ചെയ്യണമെങ്കിൽ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. ഗൈഡ് ഫോർ ദ ടീച്ചർ ഫോർ ഇവാലുവേഷൻ. ശരിക്കല്ലേ നമ്മളൊരു ലേണിംഗ് ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ക്ലാസ് റൂം സ്ട്രാറ്റജികളൊക്കെ പ്ലാൻ ചെയ്യുക. നമ്മള് പിന്നെ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ ആദ്യം നമ്മൾ നോക്കുക എന്താണ് ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്നാണ്. ആ ലേണിംഗ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇപ്പം പിന്നെ എന്താ പറയാ, ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഇപ്പൊ ഡിഫറെന്റ് ഒരു ഒരു എക്സാമ്പിൾ ആണ്. കുട്ടികൾക്കല്ലേ ഈ ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായ ഒരു ബോധം വേണം. അഥവാ ഇപ്പോൾ SBI പോലുള്ള ഗവൺമെന്റ് ബാങ്കുകൾ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, അങ്ങനെയുള്ള ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഒരു ബോധം വേണം സങ്കല്പിക്കുക. അപ്പൊ അതായിരിക്കും അതിന്റെ ഒരു ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ വിളിക്കല്? ആ ഒരു ഫീൽഡിലോട് പറയും, എന്താ വിളിക്കല്? അങ്ങനെ ഈ ഡിഫറെന്റ് ബാങ്കിങ് സിസ്റ്റം എന്താ വിളിക്കല്? കോമേഴ്സ്. ടൈപ്സ് ഓഫ് ബാങ്ക്സ് മനസ്സിലായില്ല. അതോ, നമ്മളെ ഡിഫറെന്റ് ബാങ്കുകളില്ലേ? ഇപ്പൊ SBI ഉണ്ട്, ഫെഡറൽ ബാങ്ക്, സെമി ഗവൺമെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്ക് മേഖലയിലുള്ള ബാങ്കുകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ബാങ്കുകളില്ലേ? യെസ്. അതിനെന്താ പറയാ? ഇങ്ങനെ ടൈപ്സ് ഓഫ് ബാങ്ക്സ് അല്ലല്ലോ, വേറെന്താ പറയാ? ടൈപ്സ് തന്നെയാണ്. ബാങ്കിങ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞ പാർട്ടിലാണ് പഠിക്കുകയാണ് ഇത്. ടൈപ്സിലാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, നാഷണൽ. അങ്ങനെ വരും. ടൈപ്സ് ഓഫ് ബാങ്ക്സ് എന്നല്ലേ പറയാ? ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് ബാങ്ക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുട്ടിക്ക് പഠിക്കണം നോക്കുക, മനസ്സിലാക്കുക, നമ്മൾ ഊഹിക്കുക, അല്ലെങ്കിൽ അത് ഗസ് ചെയ്യാം. ദാറ്റ് മീൻസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലേണിംഗ് ഔട്ട്കമായിട്ട് എന്ത് ചെയ്യും? ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് എന്നുള്ള സാധനമാണ് സങ്കല്പിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോ SBI നിന്നും അങ്ങനെയുള്ള പല ബാങ്കുകളെ കുറിച്ച് പല ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പം അങ്ങനെ പല ബാങ്കിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പല ബാങ്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്ത് ബേസ്ഡാണ്? ഈ ലേണിംഗ് ഔട്ട്കം ഇതായതുകൊണ്ടാണ്. ലേണിംഗ് ഔട്ട്കത്തിൽ പറയുന്നത് ഡിഫറെന്റ് ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം എന്നുള്ളത് ആയതുകൊണ്ട് അത്തരം ബാങ്കുകളുടെ ഫോട്ടോസോ അത്തരം ബാങ്കുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസോ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ചെല്ലുക. അവിടെ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നതൊക്കെ ഇത്തരം ബാങ്കിനെ കുറിച്ചേക്കണം. നിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന് അക്കൗണ്ട് ഉണ്ടോ, ഏത് ബാങ്കിലാണ് അക്കൗണ്ട്? അപ്പൊ അവർ പറയുന്നത് സഹകരണ ബാങ്കിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വേറെ ബാങ്കുകൾ ഉണ്ടോ? ഉണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അല്ല പിന്നെ SBI ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്? എന്തുകൊണ്ട് നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ, എന്തിനാണ് അങ്ങനെ 3 ബാങ്കുകൾ, എന്താണ് ഡിഫറൻസ്? അങ്ങനെ ചർച്ച അങ്ങനെ പോകും. അപ്പം അതൊക്കെ പോണത് എവിടുന്നാണ്? ഈ ലേണിംഗ് ഔട്ട്കത്തെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഇനി ആ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയാണ്, ഒരു പരീക്ഷ എടുത്താണെങ്കിലോ അതിലുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും, നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ബാങ്കുകൾ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ SBIയും ഫെഡറൽ ബാങ്കും തമ്മിൽ ഡിഫറൻസുകൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ ഫസ്റ്റത്തെ ലേണിംഗ് ഔട്ട്കത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഒരു ടീച്ചർക്ക് ലേണിംഗ് ഔട്ട്കം കിട്ടിയാലാണ് എന്താണ് ലേണിംഗ് സ്ട്രാറ്റജീസ്, എന്താണ് പിന്നെ അസസ്മെന്റ്, എന്താണ് ആക്ടിവിറ്റീസ് എന്നുള്ളത് മുഴുവൻ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഗൈഡ് ഫോർ ദ ടീച്ചർ ഫോർ ഇവാലുവേഷൻ, ഗൈഡ് ഫോർ ദ ടീച്ചർ റിലേറ്റഡ് ടു ലേണിംഗ് ഫോക്കസ്, ഗൈഡ് ഫോർ ദ ലേണർ റിലേറ്റഡ് ടു സെൽഫ് അസസ്മെന്റ്. അപ്പൊ കുട്ടിയുടെ സെൽഫ് അസസ്മെന്റ് ഒക്കെ നടത്തേണ്ടി വരും. എന്തുകൊണ്ട് ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ പോയി, അല്ലെങ്കിൽ എന്താണ് ഫെഡറൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും എന്താണ് വ്യത്യാസം, ഇതിനൊക്കെയുള്ള കുട്ടി സെൽഫ് അസസ്മെന്റ് ഒക്കെ നടത്തേണ്ടി വരും. ആൻഡ് മേക്ക് ടീച്ചിങ് മോർ ഡയറക്റ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ്. അപ്പം ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം? അവരുടെ ടീച്ചിങ്ങിനെ കൂടുതൽ ഓർഗനൈസ്ഡ് ആക്കാം, ഡയറക്റ്റഡ് ആക്കാം. ദാറ്റ് മീൻസ് ഏത് മേഖലയിലെ ചർച്ച പോണ്ടേ എന്നുള്ളത് കൃത്യമായി ടീച്ചേഴ്സ് പ്ലാൻ ചെയ്യണമെങ്കിൽ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് വേണമെന്നാണ് പറയുന്നത്. ദെൻ ഫോഴ്സസ് ടീച്ചേഴ്സ് ടു തിങ്ക് കെയർഫുള്ളി അബൌട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൽ എന്താണ് ഇമ്പോർട്ടന്റ്, എന്താണ് ലെസ് ഇമ്പോർട്ടന്റ്, എന്താണ് കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് കുട്ടിയെ ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ടീച്ചർ തീരുമാനിക്കാം. ഹെൽപ്സ് ടീച്ചേഴ്സ് ടു അവോയ്ഡ് അൺനെസസറി റിപ്പീറ്റേഷൻ ഇൻ ടീച്ചിങ്. അനാവശ്യമായിട്ടുള്ളതൊക്കെ ഒഴിവാക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ലേണിംഗ് ഔട്ട്കത്തിൽ പറയാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ആൻഡ്
Provide visibility and accountability of decision made by the teacher and learners. That means visibility and accountability of decision made by the teachers ആണ്. ടീച്ചേഴ്സും കുട്ടികൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ലേണിംഗ് ഔട്ട്കം ത്രൂ ആണ്. അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കുട്ടികളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു റിസൾട്ട്, ഒരു ഔട്ട്കം, അതിന് വേണ്ട ഒരു ഇനീഷ്യേഷൻ, ഇതൊക്കെ ലേണിംഗ് ഔട്ട്കം നിന്നാണ് പോവുക. ഹെൽപ്പ് സ്റ്റുഡൻസ് മേക്ക് ഡിസിഷൻ റിഗാർഡിങ് പ്രയോറിറ്റൈസിങ്. അപ്പോൾ കുട്ടികൾക്കും തന്നെ ഏതിനാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്, ഏതിനാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഏതാണ് ലെസ് ഇമ്പോർട്ടന്റ്, ഏതാണ് ആവറേജ് പരിഗണിക്കേണ്ടത്, വിച്ച് ഈസ് ടു ബി അവോയ്ഡഡ്, എന്ത് ഒഴിവാക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ലേണിംഗ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്നാണ്. അതുപോലെ തന്നെ ഹെൽത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ലേണർ. ഇവിടെ ആക്ച്വലി ഒരു നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. കാരണം രണ്ടുപേർക്കും ഒരേ ലക്ഷ്യമാണ്, കുട്ടിക്കാണെങ്കിലും ടീച്ചർക്കാണെങ്കിലും ഒരേ ലക്ഷ്യമാണ്, അതിലേക്കുള്ള ഒരു പോക്കാണ്. അതുകൊണ്ട് അവിടെ ഒരു ബോണ്ട് ഉണ്ടാകും. പിന്നെല്ലേ ഈ യൂണിറ്റിലെ കണ്ടന്റ് സിലബസും ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ് തമ്മിൽ വ്യത്യാസം എന്താ? എന്താണ് ടീച്ചിങ് യൂണിറ്റിലെ സിലബസ് ഓർ കണ്ടന്റ്? അതും ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആ കണ്ടന്റ് പഠിച്ച് കുട്ടി എന്താണ് നേടേണ്ടത് എന്നുള്ള ലക്ഷ്യമാണ് ഈ ലേണിംഗ് ഔട്ട്കം. ആ കണ്ടന്റ് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ, നമ്മൾ ടീച്ചിങ് പ്രൊസീജിയറിൽ കടന്നു പോയാൽ കുട്ടിക്ക് എന്ത് നേടണം എന്നുള്ളതാണ് ലേണിംഗ് ഔട്ട്കം. അപ്പൊ ഈ ലേണിംഗ് ഔട്ട്കമ്മിലേക്ക് എത്തിക്കാനുള്ള മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റുമോ അതിനെ? അതെ, ലേണിംഗ് ഔട്ട്കത്തിലേക്ക് എത്തിക്കാനുള്ള മെറ്റീരിയൽസ് ആണ് ടെക്സ്റ്റ് ബുക്ക്. ടൂളാണ് ടെക്സ്റ്റ് ബുക്ക്. ആ ലേണിംഗ് ഔട്ട്കത്തിലേക്ക് ആവശ്യമായ ലേണിംഗ് ഔട്ട്കത്തിലേക്ക് കുട്ടി എത്താൻ ആവശ്യമായ സാധനമാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഇപ്പൊ ഡിഫറെന്റ് ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ച് പരിചയപ്പെട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ടെക്സ്റ്റിൽ ഉണ്ടാവുക, അതിന്റെ കണ്ടന്റിൽ ഉണ്ടാവുക, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വിവിധ തരം ബാങ്കുകൾ ഉണ്ട്, അതിൽ ഒന്ന് ഫുള്ളി ഗവൺമെന്റ് പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കാണ്, SBI ആണ്, അല്ലെങ്കിൽ മറ്റേതൊന്ന് പിന്നെ ഇങ്ങനെയാണ്, സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇങ്ങനെ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവുക ആ ബുക്കിൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. ടെക്സ്റ്റ് ബുക്ക് ഓക്കെ. അപ്പൊ ഈ സിലബസോ? ടെക്സ്റ്റ് ബുക്ക് സിലബസ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഒരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ അതിലെ മൊത്തമായി ആ കുട്ടി പഠിക്കേണ്ട സാധനങ്ങളാണ് സിലബസ്. ആ സിലബസ് കുട്ടിക്ക് കിട്ടാൻ വേണ്ട ഒരു ടൂളാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, കോഴ്സ് ബുക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി കോഴ്സ് ബുക്ക് അനുസരിച്ചാണ്, സിലബസ് അനുസരിച്ചാണ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, ഒരു ടോട്ടലി എന്താണ് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ള സാധനമാണ്. കേട്ടില്ല. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്താണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു സംഭവം എന്ത് കിട്ടണം എന്നുള്ള ഒരു പാഠം പഠിച്ചതിന് ശേഷം കുട്ടിക്ക് എന്താണ് കിട്ടേണ്ടത്, അതാണ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്. ആ കുട്ടിയിൽ എന്ത് ബിഹേവിയർ ഉണ്ടാവണം, എന്ത് കുട്ടിക്ക് കിട്ടണം, എന്ത് നോളജ് കുട്ടിക്ക് ഉണ്ടാവണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഈ ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഈ സിലബസിന് വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഒരു 2 വെച്ച് കൊടുത്താൽ അതന്നെ അത് ഓൾറെഡി ഇതായിരിക്കും, ഓൾറെഡി അത് ഡിസൈൻഡ് ആണ്, പ്ലാൻഡ് ആണ്, ഒന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഇതിലോട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന മാത്രമാണോ? യെസ്, അത്രേ ഉള്ളൂ. മുന്നോട്ട് പോട്ടെ. എന്തെങ്കിലും ചോദിച്ചോ, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് അറിയണേ പറഞ്ഞുതരും, അറിയാത്തുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല എന്നും പറയും, അത്രേ ഉള്ളൂ. നേരിട്ട് ചോദിച്ചോ, ഒരു പ്രശ്നമില്ല. ഇനി റൈറ്റിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഇൻ ടേംസ് ഓഫ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇതൊരു ഒരുപാടുള്ള ടോപ്പിക് അല്ല കേട്ടോ, ചെറിയതാണ്. ബിഹേവിയറൽ ഒബ്ജക്റ്റീവിൽ നിന്ന് ആ ബിഹേവിയർ ഒബ്ജക്റ്റീവിലൂടെ അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ട ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എങ്ങനെയെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തോ. ദ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ലേൺ ഹിൻഡ്രൻസസ് ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ്. ആ കൊമേഴ്സ് ആൻഡ് ട്രേഡ് എന്നുള്ളത് റെഡ് ലെറ്റർ തന്നെ കൊടുത്തിട്ടുണ്ട്, കാരണം അതിന് സ്പെസിഫിക് ആയി പറഞ്ഞിട്ടാണ്. ഓക്കെ, അഥവാ കൊമേഴ്സ് സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ലേൺ ഹിൻഡ്രൻസ് ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ്. കൊമേഴ്സ് ആൻഡ് ട്രേഡിലുള്ള ഹിൻഡ്രൻസസ് എന്തൊക്കെ, തടസ്സങ്ങൾ എന്തൊക്കെയെന്നുള്ളത് കുട്ടി മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ കുട്ടി അതിനെ അറിയണം എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി കൊമേഴ്സ് ആൻഡ് ട്രേഡിനെ കുറിച്ചൊരു എന്താ പറയാ, ഇത് കുറച്ചുകൂടി വലിയ ഒരു കാഴ്ചപ്പാട് ബിഹേവിയറൽ ഒബ്ജക്റ്റീവിൽ ഉണ്ടാവാം. അപ്പൊ അതിനെ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് കൊമേഴ്സ് ആൻഡ് ട്രേഡിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കണം. ചിലപ്പോ ഇനി വേറെ ഉണ്ടാകും,
ഈ കോമേഴ്സ് ആൻഡ് ട്രേഡ് മാത്രമല്ല വേറെയും ഇൻസ്ട്രക്ഷൻസ് പഠിക്കാനുണ്ടാവും. അപ്പം അതേപോലെ വേറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ടു ഐഡന്റിഫൈ എക്കണോമിക്സ് ആൻഡ് നോൺ എക്കണോമിക്സ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ സ്പെസിഫിക് ആണ് ആക്ച്വലി. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ആക്ച്വലി ഈ ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടാകുക കേട്ടോ. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അവസാനം പറഞ്ഞു വരുമ്പോ രണ്ടും ഒരുപോലെ തോന്നുന്നു പറഞ്ഞില്ലേ. അപ്പൊ ഇതില് അങ്ങനെ വലിയ പോയിന്റ് അല്ല കേട്ടോ ഈ ഒരു സാധനം, റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് ഇൻ ടേംസ് ഓഫ് എന്നുള്ളത്. ഇത് കോമേഴ്സ് എന്നുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ടോ അങ്ങനെ വന്നിക്കണേ. അപ്പൊ ഈ ഒരു യൂണിറ്റിലല്ലേ പ്രധാനമായിട്ടും 2-3 സെക്ഷൻസ് ആണുള്ളത്. അതിലൊന്ന് നമ്മൾ നേരത്തെ കണ്ട എന്താണ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. അത് കഴിഞ്ഞാൽ നേരെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവും ബിഹേവിയറൽ ഒബ്ജക്റ്റീവും ആണ്. ഓക്കെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. അത് കഴിഞ്ഞാല് പിന്നെ പഠിക്കാനുള്ളത് ഈ ഒരു സാധനമാണ്, ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അതല്ലെങ്കിൽ മൊത്തം നമ്മളൊരു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ അവിടെ അതിനൊരു തിയറി ഉണ്ട് എന്നുള്ളതാണ്. ഒരു തിയറി ബേസ്ഡ് ആണ് ആക്ച്വലി എല്ലാം തീരുമാനിക്കപ്പെടുക. എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ ക്ലാസ് റൂം ആക്ടിവിറ്റികളും ഒക്കെ ഒരു തിയറി ബേസ്ഡ് ആണ്. ഇവിടെ അങ്ങനെ ഒരു തിയറിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് അമേരിക്കൻ എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ എസ് ബ്ലൂം അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ്. ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ഒക്കെ വളരെ കൂടിയെടുത്ത് ഉണ്ടാക്കിയ ഒരു തിയറിയാണ് ആക്ച്വലി. അവിടെ പറയണത് ദർ ആർ 3 ഡൊമൈൻസ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഇത് ഇനിയും കേൾക്കുന്നുള്ളത് ലേണിംഗ് നടക്കുന്നത് 3 മേഖലയിലാണ് എന്നുള്ളതാണ്. 3 പ്രവർത്തനങ്ങളിലൂടെയാണ് ലേണിംഗ് നടക്കുക. അതാണ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ. ഓക്കെ, 3 ഡൊമൈൻസ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ് ഇതിന് പറയാ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ലേണിംഗ് നടക്കുന്ന ഒരു രൂപം, പ്രോസസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ആക്ച്വലി ഇതിലുള്ളത്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവുകൾ 3 ഡൊമൈനിലായിട്ടാണ് ഉള്ളത്. കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ. ഇവിടെ കോഗ്നിറ്റീവ് എന്തൊക്കെയാ വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നു. റിക്കോൾ ഓഫ് നോളജ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആൻഡ് സ്കിൽസ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ റിമെമ്പറിങ്ങോ റീകോളിങ്, അണ്ടർസ്റ്റാൻഡിങ്, റീസണിങ് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വരിക കോഗ്നിറ്റീവ് ഡൊമൈനിലാണ്. ഓക്കെ, അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഞാൻ പറഞ്ഞു ഇമോഷണലാണ്. ഇൻട്രസ്റ്റ്, വാല്യൂസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെയാണ് എന്തിൽ വരിക, അഫക്റ്റീവ് ഡൊമൈനിൽ വരിക. ഇത് ഇനിയും പറയൂ കേട്ടോ. സൈക്കോമോട്ടറിൽ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ് ആണ്, നമ്മുടെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് ഇതിൽ വരിക. അപ്പം നേരത്തെ പറഞ്ഞു ബ്ലൂംസ് ടാക്സോണമിയിൽ ബെഞ്ചമിൻ എസ് ബ്ലൂം എന്ന് പറഞ്ഞ ഒരാള് നമ്മോട് പറഞ്ഞു വെച്ചത് ലേണിംഗ് എന്നുള്ളത് 3 ഏരിയകളാണ് അല്ലെങ്കിൽ 3 ഡൊമൈൻസിലാണ് ഉള്ളത്. അതാണ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ. ഇതിങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാകും. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് ദ റീകോൾ. നമ്മൾ അഥവാ ഒരു പഠിച്ച കാര്യത്തെ നമ്മൾ ഓർത്തെടുക്കുക. ദെൻ റെക്കഗ്നിഷൻ ഓഫ് നോളജ്, നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ നോളജിനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക, അതല്ലെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആൻഡ് സ്കിൽസ്. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്നു, അത് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. സോ കോഗ്നിറ്റീവ് ഡൊമൈനിൽ 6 പാർട്ടുകൾ ഉള്ളതാണ്. ഒരു കാര്യം നമ്മുടെ തലയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കയറാൻ, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ 6 സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് ബെഞ്ചമിൻ എസ് ബ്ലൂം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബ്ലൂം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ എനിക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ കഴിയാം. അതിന് താഴേന്ന് മുകളിലേക്കാണ് അതിന്റെ സ്റ്റെപ്പുകൾ പോവാട്ടോ. നോളജ്, കോംപ്രഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഈ ഇങ്ങനെ സ്റ്റെപ്പാണ്. ഓക്കെ, ഹയറാർക്കി മോഡലാണ്. ഒന്ന് നോളജ് ആണ്. അഥവാ നോളജ് കിട്ടിയാലാണ് കോംപ്രഹെൻഷനിലേക്ക് പോവുക. കോംപ്രഹെൻഷൻ കഴിഞ്ഞിട്ടാണ് അപ്ലിക്കേഷൻ, കഴിഞ്ഞിട്ടാണ് അനാലിസിസ്, അത് കഴിഞ്ഞാണ് സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. അങ്ങനെ താഴത്തുനിന്ന് മേലക്കാണ് അതിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു പിന്നെ ആ ഒരു ഫ്ലോ നമുക്ക് നിർബന്ധമായിട്ട് അറിയണം. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, ബ്ലൂംസ് ടാക്സോണമിയിലുള്ള കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന 6 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്.
അതിലൊന്ന് നോളജ് ആണ്. അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോളജ് ഫോംസ് ബേസിസ് ഫോർ ഓൾ. എല്ലാതിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് നോളജ് ആണ്, അഥവാ അറിവ് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഈ 6 എന്താന്നുള്ളത് നോക്കാം. ഒന്ന് നോളജ് ആണ്, അഥവാ ദിസ് ഒബ്ജക്റ്റീവ് ഈസ് ടു റിമെമ്പർ ആൻഡ് റിക്കോൾ ഓർ ഓർഗനൈസ് ദ ഓൾറെഡി ലേൺഡ് ഇൻഫർമേഷൻ. ഒരാളൊരു സാധനം കേട്ടാല് ആ കേട്ടത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റണം, ഒന്ന് ഓർത്തെടുക്കാൻ പറ്റണം. റൈറ്റ്. അക്വയർ മോർ ആൻഡ് മോർ നോളജ്. എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ അറിവുകൾ നേടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്ത് വേണം, നമ്മൾ കേട്ട ഒരു സാധനം, നമ്മൾ പഠിച്ച ഒരു സാധനത്തെ കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടാവുക, ഒരു അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഹലോ ഹലോ ഹലോ. ഇത് കണക്ട് ചെയ്ത് പോണം കേട്ടോ, വെറുതെ കേട്ട് വിടരുത്. അപ്പൊ ഒന്നിച്ചാല് നമ്മൾ കേട്ട ഒരു വിഷയത്തെ കുറിച്ച് റീകോൾ ചെയ്യാൻ കഴിയുക, എന്താണെന്ന് ഓർക്കാൻ കഴിയുക, അത് നമുക്ക് എന്താണെന്നുള്ളത് അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് നോളജ്. 2 കോംപ്രഹെൻഷൻ ആണ്. കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ നോളജ് വിത്തൗട്ട് എനി ഡൗട്ട് ആണ്. ആ കാര്യം കൃത്യമായി നമുക്ക് ഇങ്ങോട്ട് പഠിഞ്ഞു മനസ്സിലായി, ദർ ഈസ് നോ ഡൗട്ട് എന്ന് പറയുന്ന 2ാമത്തെ സ്റ്റേജ്. 1ാമത്തെ നോളജ് മാത്രം നമുക്ക് എന്തുണ്ടാവും, നമുക്ക് അതിൽ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഡൗട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് സംശയം ചോദിച്ച് പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2nd സ്റ്റേജിലേക്ക് പോകും. അതാണ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ കോംപ്രഹെൻഡ് ചെയ്താൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല, ഡൗട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ഹി ഷുഡ് ഹാവ് എബിലിറ്റി ടു അറേഞ്ച് ഡാറ്റ ഇൻ ഓർഡർ. നമുക്ക് കിട്ടിയ എല്ലാ നോളജുകളെയും കൃത്യമായി അറേഞ്ച് ചെയ്യാനും അതിനെ ഡീൽ ചെയ്യാനും പറ്റുക എന്നുള്ളതാണ് കോംപ്രഹെൻഷൻ. അല്ലെ, റീഡിങ് കോംപ്രഹെൻഷൻ എന്നല്ലേ പറയാം. എന്താ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാല്? ആ വായിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണ്ടേ, അപ്പോൾ നമ്മൾ കോംപ്രഹെൻഡ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. 3 അപ്ലിക്കേഷൻ ആണ്. അപ്പം നമുക്കൊരു നോളജ് കിട്ടി, ഒരു ഡാറ്റ നമ്മൾ കണ്ടു അല്ലെങ്കിൽ നമ്മൾ കേട്ടു, അത് റീകോൾ ചെയ്യാൻ കഴിഞ്ഞു, അത് നോളജ്. അവിടുന്ന് നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിൽ പതിഞ്ഞു വിത്ത് നോ ഡൗട്ട്, ദാറ്റ് ഈസ് കോംപ്രഹെൻഷൻ. 3 അപ്ലിക്കേഷൻ ആണ്. അഥവാ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ, കോംപ്രഹെൻഡ് ചെയ്ത കാര്യങ്ങളെ അപ്ലൈ ഓൾറെഡി ലേൺഡ് നോളജ് ടു എ ന്യൂ ആൻഡ് അൺഫെമിലിയർ സിറ്റുവേഷൻ. നമ്മൾ പഠിച്ചതിനെ നമുക്ക് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റണം, അതാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയണം കേട്ടോ. ഇപ്പോഴൊരു നമുക്ക് മൊബൈൽ ഫോണ് അല്ലെ എല്ലാവർക്കും ഉള്ള സാധനമാണല്ലോ. മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സ് പഠിക്കുക നമ്മള്. ഓക്കെ. അപ്പം അതിൽ ആദ്യം നോളജ് ഉണ്ടാവണം, എന്താണ് ഫോണ്, ഇത് എന്തൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള നോളജുകൾ ഉണ്ടാവും. എന്നിട്ട് അതിന്റെ ഓരോരോ കംപ്ലൈന്റുകൾ നമ്മൾ കോംപ്രഹെൻഡ് ചെയ്യും. അഥവാ ഇന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ കംപ്ലൈന്റ്, ഇതാണ് കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അത് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. എന്നിട്ട് ഇതേ നോളജ് വെച്ചിട്ട് നമ്മൾ വേറൊരു ഫോണ് അല്ലെങ്കിൽ വേറൊരു സന്ദർഭത്തിലും നമുക്ക് ആ ഒരു ഫോൺ നന്നാക്കാൻ പറ്റണം. പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഫോൺ കേടെടുത്തി കാണിച്ചിരുന്നു, എന്നിട്ട് നമ്മൾ നേരാക്കി, അത് മാത്രം പോരാ. വേറെ ഒരു ഫോണ് അല്ലെങ്കിൽ ഇതേ നോളജ് വെച്ചിട്ട് വേറെ സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു നോളജ് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അനാലിസിസ് ആണ്, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എബിലിറ്റി ടു ബ്രേക്ക് അപ്പ് എ ഗിവൺ കമ്മ്യൂണിക്കേഷൻ ഇൻ ടു പാർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. അഥവാ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പാർട്സ് ആക്കാണ്, ബ്രേക്കപ്പ് ആക്കാണ്. അതിനെങ്ങനെ പല ഘടകങ്ങളാക്കി നമ്മൾ അതിനെന്ത് ചെയ്യാണ്, വിശദീകരിച്ച് പഠിക്കണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ അറിവുകൾ കിട്ടും. അത് നമ്മൾ ഓൾറെഡി നമ്മൾ നോളജ് ഉണ്ടായി, അതിനെ അണ്ടർസ്റ്റാൻഡ് കോംപ്രഹെൻസ് ചെയ്തു, അതിനെ അപ്ലൈ ചെയ്തു, പുതിയ സിറ്റുവേഷനിലേക്ക് എത്തി. പിന്നെ നമുക്ക് വെച്ചാൽ ഏത് സിറ്റുവേഷൻ, ഏത് ഫോൺ വന്നാലും നമുക്ക് നേരാക്കാൻ പറ്റണം. അതിന് ഫോണിന്റെ ഏത് കേടും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിനെ ഒന്ന് അയച്ചു നോക്കി എന്താ കാര്യം എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് അനലൈസ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് കിട്ടിയ നോളജിനെ അപ്ലൈ ചെയ്ത് കോംപ്രഹെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. അപ്പൊ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പല ഘടകങ്ങളാക്കി പല സബ് പോയിന്റുകളാക്കി നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ സിന്തസിസ് ആണ്, അഥവാ ജസ്റ്റ് ടു ഓപ്പോസിറ്റ് അനലൈസ് എന്നാണ്. ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് ദ ലെവൽ ടു ഡ്രോ അപ്പോൺ എലമെന്റ്സ് ഫ്രം വേരിയസ് സോഴ്സസ് ആൻഡ് പുട്ട് ദം ടുഗദർ. പല ഭാഗത്തു നിന്ന് കിട്ടുന്ന അറിവുകളെ ഒരുമിപ്പിച്ച് ചേർക്കുക. അനലൈസ് ചെയ്യാൻ എന്തെന്ന് അറിയോ, നമുക്ക് അറിയണതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല കാറ്റഗറിക്ക് മാറ്റിയിരുന്നു. എന്നാൽ സിന്തസിസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കിട്ടും ഇവിടുന്ന് കിട്ടും, പല അറിവുകൾ കിട്ടും. അതെല്ലാം ചേർത്ത് വെച്ച് നമുക്കൊരു പുതിയ സ്ട്രക്ചർ ആക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈ പറഞ്ഞ അനലൈസിങ്ങും അപ്ലിക്കേഷനും കോംപ്രഹെൻഷനും ഒക്കെ വേണം. നമുക്കൊരു പുതിയ ടൈപ്പ് ഓഫ് ഫോൺ ഇറങ്ങി, ആ ഫോണിനെ കുറിച്ചിട്ട് വേറെ കമ്പനിക്കാരെ നമുക്ക് പറഞ്ഞു തരാണ്.
നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി നമ്മുടെ നോളജും നമ്മുടെ കോംപ്രഹൻഷനും ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ കണ്ടന്റ് അവിടെ പഠിക്കുകയാണ്. നമ്മളിപ്പോ നമുക്കറിയാം, നമ്മൾ പഠിക്കുമ്പോൾ ഉള്ളത് വെറും സാംസങ്ങും ഒപ്പോ ഒക്കെ മാത്രം സങ്കല്പിക്കാം. പിന്നെയാണ് പുതിയ പുതിയ ഫോൺ വന്നു, പുതിയ ടെക്നോളജി വന്നു. പുതിയ ടെക്നോളജി എന്ത് ചെയ്യും, പല ഭാഗത്ത് നമുക്ക് പറഞ്ഞുതരും. അതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് നമ്മുടെ നോളജിലേക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആക്കാൻ പറ്റുക. അതിനെയാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇവാലുവേഷൻ ആണ്, അഥവാ ടു മേക്ക് ജഡ്ജ്മെന്റ് ആണ്. ഓക്കെ, നമുക്ക് എത്രത്തോളം ഇത് പറ്റുന്നുണ്ട്, എത്രത്തോളം പറ്റുന്നില്ല എന്നുള്ള നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്കം ആണ്. ദ ഹയസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്, ഇത് എനിക്ക് പറ്റുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ശരിക്ക് ആദ്യം നോളജ് ഉണ്ടാവണം, അതിനെ കോംപ്രഹൻഷനിലേക്ക് കൊണ്ടുപോകണം, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ പറ്റണം, അത് അനലൈസ് ചെയ്യാൻ പറ്റണം. ദെൻ സിന്തസിസ്, അഥവാ അനലൈസ് ചെയ്യാൻ അതിനെ വിഘടിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് പാർട്സ് ആക്കിയിട്ട് വേറെ വേറെ യൂണിറ്റുകളാക്കി മാറ്റാൻ പറ്റണം. സിന്തസിസ്, പല വ്യത്യസ്തമായ യൂണിറ്റ് നമുക്ക് ഒന്നാക്കി നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്വരൂപിക്കാൻ പറ്റണം. ആൻഡ് ഫൈനലി ഇവാലുവേഷൻ, അത് നമ്മുടെ ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. എന്തെങ്കിലും കേറുണ്ടോ, എന്തെങ്കിലും കത്തുണ്ടോ? ഇതിനേക്കാൾ എനിക്ക് കഴിയൂല. ക്ലിയർ ആണ് സർ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ഇൻ ഫോളോയിങ് വേസ്, ഹെൽപ്സ് ടു അസസ് ആൻഡ് ജഡ്ജ് ദ ഡിഫിക്കൽട്ടി ഓഫ് അസൈൻമെന്റ്സ്. അഥവാ നമ്മളിങ്ങനെ നമ്മളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരിക്കണ, ഏത് ഡൊമൈനാ? ഇതിലും വലിയ റീഇൻഫോഴ്സ്മെന്റ് കിട്ടാനില്ല. കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. അഥവാ എങ്ങനെയാണ് ബുദ്ധിയിൽ, അഥവാ മൈൻഡിലേക്ക് ഒരു അറിവിനെ കയറ്റാന്നൊക്കെയാണ്. ഇതിന്റെ ഹെൽപ്സ് ടു അസസ് ആൻഡ് ജഡ്ജ് ഡിഫിക്കൽട്ടി ഓഫ് അസൈൻമെന്റ്സ്. നമ്മൾ കൊടുക്കുന്ന വർക്കുകൾ കുട്ടികൾക്ക് എത്രത്തോളം ഉണ്ട്, അത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇൻക്രീസ് ദ അക്യുറസി ഓഫ് ദ ലെസൺ, ഓരോ പാഠത്തിന്റെയും കൃത്യത എത്രത്തോളം നമുക്ക് അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. സിംപ്ലിഫൈ ആക്ഷൻ ടു ഈസ് പേഴ്സണൽ ലേണിംഗ്. കാരണം ഒരു കുട്ടി ലേണിംഗ് നിൽക്കുകയാണ്, കോംപ്രഹൻഷനൊക്കെ എത്തിയില്ലെങ്കിൽ അവിടെ കിടന്നിങ്ങനെ അല്ലെ ഉരുളും, അവിടെ കിടന്നിങ്ങനെ തിരിയും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇല്ല അവർക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ ഉള്ളത്. ആൻഡ് ഡിസൈൻഡ് ആൻഡ് കമ്പൈൻഡ് അസൈൻമെന്റ്സ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കമ്പൈൻ ചെയ്തിട്ടൊക്കെ അസൈൻമെന്റ് കൊടുക്കാൻ പറ്റും. കാരണം ഒരാൾക്ക് എത്തിയിട്ടില്ല, ഒരാൾ കോംപ്രഹൻഷനൊക്കെ എത്തിയിട്ടുള്ളൂ, അനാലൈസിക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ആളെ കൂടെ കൂട്ടി ചേർത്തൊക്കെ അവരെങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഹെൽപ്സ് ഫോർ പ്രൊജക്ട് ബേസ്ഡ് പ്ലാൻ ഫോർ ലേണിംഗ്, നല്ല നല്ല പ്ലാനുകൾ ഉണ്ടാക്കാൻ പറ്റും ലേണിങ്ങിന്. ആൻഡ് ഹെൽപ്സ് ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ. കാരണം നമുക്ക് വെച്ചാല് നമുക്കറിയാം, നമുക്കൊരു ഒരു കോണ്ടന്റ്, ഇപ്പൊ ഒരു പരീക്ഷണം ഒരു പരീക്ഷണം ഒരു കുട്ടിയോട് നമ്മൾ ക്ലാസ്സിൽ കാണിച്ചിട്ടു, ഡെമോ ചെയ്ത് കൊടുത്തു. കുറെ ആളുകൾ നോളജ് ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ടാവും, കുറച്ച് ആളുകൾ കോംപ്രഹൻഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും, ലാസ്റ്റ് ജഡ്ജ്മെന്റിക്കൊന്നും ഒരാൾ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം ഗ്രൂപ്പായി ഇരുത്തിയിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് കണ്ടുപോലെ എന്ത് ചെയ്യും, അവരുടെ സ്റ്റെപ്പ് കയറി വരും എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കാനുള്ളത്. ഇത് പിന്നെ ഈ ടേബിൾസ് ഉണ്ടല്ലോ, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഇപ്പോ നോളജില് പാർട്സ് ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ, നോളജ്, കോംപ്രഹൻഷൻ, അതേപോലെ അപ്ലിക്കേഷൻ, അപ്ലിക്കേഷന് ബാക്കി അനാലിസിസ് ആൻഡ് സിന്തസിസ്. ഇതിലൊക്കെ ഉള്ള എന്തൊക്കെ നമ്മൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, സ്റ്റുഡൻസിന് എന്തൊക്കെ കൊടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അഥവാ ഇപ്പൊ നോളജ് എന്നുള്ള ലെവലിലാണെങ്കിൽ റീകോൾ ദ കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫോർമുലാസ്, കോൺസെപ്റ്റ്, സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ ഫോർമുലാസ് ഒക്കെ കുട്ടി കാണാതെ അറിയണം നോളജ്. അത് കഴിഞ്ഞിട്ട് കോംപ്രഹൻഷനിലേക്ക് പോകുമ്പോൾ അവന് അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് കൊമേഴ്സിൻ്റെതാണ്. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ചിലപ്പോൾ അതിൽ ഉണ്ടാവുമായിരിക്കും, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ പഠിക്കണോ? ഇത് ക്വസ്റ്റ്യൻ വരുമോ? ഇത് നേരിട്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ് തോന്നുന്നു, ഐ തിങ്ക്. അങ്ങനെ ആവട്ടെ. ഓക്കെ. 2 അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു ഇമോഷണൽ ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ എൻഗേജ്മെന്റ് ആണ്. ഒരാളുടെ ഇമോഷൻ ആണ്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, വാല്യൂ, അപ്രീസിയേഷൻ, അടുത്ത നമ്മുടെ ഫീലിങ്സ് ആണ്. ഓക്കെ, അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കിപ്പോ ഒരാൾക്ക് ഒരു സബ്ജക്റ്റിനോട് താല്പര്യമില്ല, ആ കുട്ടി ആ സബ്ജക്ട് പഠിക്കോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാൻ പഠിയോ? നമ്മള് കുട്ടിന്റെ അഫക്റ്റീവ് ഡൊമൈനും കൂടി പരിഗണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അഥവാ കുട്ടിക്ക് താല്പര്യം ഉണ്ടോ, അവന് ഇൻട്രസ്റ്റ് ഉണ്ടോ, അവനത് വാല്യൂ ചെയ്യുന്നുണ്ടോ, അവനത് റിസീവ് ചെയ്യോ എന്നൊക്കെ നോക്കണം എന്നുള്ളത് അതും കൂടി പഠനത്തിന്റെ ഭാഗമാണെന്നാണ് ഇതിൽ പറയുന്നത്. സോ ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് അണ്ടർ അഫക്റ്റീവ് ഡൊമൈൻസ് ആർ റിസീവിംഗ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഈ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അഥവാ അഫക്റ്റീവ് ഡൊമൈൻ എഴുതുമ്പോൾ അതിന്റെ ആ ഡൊമൈനിൽ വരുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. റിസീവിംഗ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിംഗ് ഒക്കെ പറയുന്ന പോയിന്റുകൾ
എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കാം. അതാണ് ഇതിൽ ബാക്കിയുള്ളതിലൊക്കെ ഉണ്ടാവുക. ഓക്കെ, റിസീവിംഗ് എന്നുള്ളതാണ് ഒന്ന്. അഥവാ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദ ലേണർ ടു ലേൺ വാട്ട് ദ ടീച്ചർ എന്താ പറയണെന്നുള്ള കുട്ടി മനസ്സിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. ലിസൺ അറ്റൻറ്റീവ്ലി, അഥവാ കൃത്യമായി കുട്ടി കേട്ട് മനസ്സിലേക്ക് എടുക്കുക, റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ റെസ്പോണ്ടിങ്, കുട്ടി എന്ത് ചെയ്യാണ്, അതിനോട് റെസ്പോണ്ട് ചെയ്യാണ്. ഇൻട്രസ്റ്റ്, അതിനൊക്കെ കോമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. റൈറ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പുകൾ മാത്രം, അല്ലെങ്കിൽ ഈ പോയിന്റ്സ് മനസ്സിലാക്കാം. പിന്നെ അപ്രീസിയേഷൻ ആണ്. ദാറ്റ് മീൻസ് സ്റ്റുഡൻസ് അപ്രീഷിയേറ്റ് കോമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി ഫോർ ഇറ്റ്സ് യൂസ്. അഥവാ കുട്ടി പഠിച്ചൊരു കാര്യത്തിനെ എന്ത് ചെയ്യാണ്, റെസ്പോണ്ട് ചെയ്ത് അതിനോടൊരു ഇഷ്ടം, അല്ലെങ്കിൽ അതിനൊരു അപ്രീസിയേഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിനൊരു സ്ഥാനം കൊടുക്കുകയാണ്. ഇവിടെ 3. 4 ഓർഗനൈസേഷൻ ആണ്. അഥവാ കുട്ടി എന്ത് ചെയ്യാണ്, റിസോൾവിങ് കോൺഫ്ലിക്ട് അമംഗ് ദം, സ്റ്റാർട്ടിങ് ടു ബിൽഡ് ആൻ ഇന്റേണലി കൺസിസ്റ്റന്റ് വാല്യൂ സിസ്റ്റം. കുട്ടിന്റെ താല്പര്യങ്ങളും കുട്ടിന്റെ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ഓർഗനൈസേഷൻ, ഒരു കണക്ഷൻ നടക്കുകയാണ്. 5 വാല്യൂയിങ് ആണ്. കുട്ടി ആ സബ്ജക്റ്റിനോടും ആ വിഷയത്തോടും ആ ടീച്ചറോടും ഒക്കെ ഉള്ള ഒരു വാല്യൂ, ഒരു മൂല്യം കൽപ്പിക്കലാണ്. ഇങ്ങനെ ഒരു 5 ടേംസ് ആണ് അതിലുള്ളത്. റിസീവിങ്, റെസ്പോണ്ടിങ്, അപ്രീസിയേഷൻ, ഓർഗനൈസേഷൻ ആൻഡ് വാല്യൂയിങ്. ഇതും റിസീവിന്റെ സമയത്ത് കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കണം, റെസ്പോണ്ടിങ്ങിന്റെ സമയത്ത് കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കണം, അപ്രീസിയേഷൻ സമയത്ത് കുട്ടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ടേബിൾസ് ആണ്. ആ ടേബിൾസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. അത് ഓരോരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതിൽ ഉണ്ടാവും. അപ്പം കോഗ്നിറ്റീവ് ഡൊമൈനിൽ കുട്ടിന്റെ മനസ്സിലേക്ക് കയറ്റി വെക്കേണ്ട ആ ഒരു സ്റ്റെപ്പുകൾ മറക്കരുത്. അഫക്റ്റീവ് ഡൊമൈനിലാണെങ്കിൽ ഈ പറഞ്ഞൊരു 3-4 പോയിന്റ് മറക്കരുത്. സൈക്കോമോട്ടർ ഡൊമൈനിലാണെങ്കിൽ ഇത് ഫിസിക്കൽ മൂവ്മെന്റ് ആണ്, കോഓർഡിനേഷൻ ആൻഡ് യൂസ് ഓഫ് ദ മോട്ടോർ സ്കിൽസ് ആണ്. ശരീരം കൊണ്ട് കുട്ടി എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ്. സോ ചില കാര്യങ്ങൾ ചില സബ്ജക്റ്റിൽ കുട്ടികൾക്ക് ചെയ്ത് പഠിക്കേണ്ടി വരും, ശരീരം കൊണ്ട് ചെയ്യേണ്ടി വരും, ചില പ്രവർത്തനങ്ങളാണെങ്കിലും ചില പരീക്ഷണങ്ങളാണെങ്കിലും ഒക്കെ. സോ അതാണ് സൈക്കോമോട്ടോർ ഡൊമൈനിൽ വരുന്ന കാര്യങ്ങൾ. അവരുടെ ബോഡിയെ നമ്മൾ ലേണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇറ്റ് റിക്വയേഴ്സ് പ്രാക്ടീസ് ആൻഡ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സ്പീഡ്, പ്രിസിഷൻ, പ്രൊസീജിയർ, ടെക്നിക്സ് ഇൻ എക്സിക്യൂഷൻ. അഥവാ ഇതിന് പ്രാക്ടീസ് ആവശ്യമാണ്. കാരണം ബോഡിലി ആണ്, ഫിസിക്കൽ ഓർ മോട്ടോർ ആക്ടിവിറ്റീസ് ആണ്. 7 മോട്ടോർ കാറ്റഗറീസ് ആർ. ഇതിൽ വരുന്ന 7 കാറ്റഗറീസ് പറയുന്നുണ്ട്. 1 പെർസെപ്ഷൻ. ഇതിലിങ്ങനെ വാക്കുകൾ ഇങ്ങനെ വരുന്നുണ്ടോ? 1 പെർസെപ്ഷൻ ആണ്, ഒബ്സർവിങ് ദ ആക്ട് ഓഫ് ദ ടീച്ചർ. ഒരു പ്രവർത്തനം കുട്ടി എങ്ങനെയാണ് ചെയ്ത് പഠിക്കാനുള്ള സാധ്യത. അതില് അഥവാ നമ്മളിപ്പോ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമാവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവർത്തനങ്ങളാവാം, ഫിസിക്സിലോ ഒക്കെയുള്ള പ്രവർത്തനങ്ങളാവാം. സൈക്കോമോട്ടോർ, ടീച്ചർ അല്ലെങ്കിൽ കുട്ടി ശരീരം കൊണ്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അവരുടെ ബോഡി കൂടി ഇൻവോൾവ് ആകേണ്ട പ്രവർത്തനങ്ങളാണ് ഈ ഒരു മോട്ടോർ സ്കില്ലില് അല്ലെങ്കിൽ സൈക്കോമോട്ടോറിൽ വരിക. 1 പെർസെപ്ഷൻ ആണ്. അഥവാ ഇവിടെ കുട്ടി എന്ത് ചെയ്താൽ പെർസീവ് ചെയ്യാണ്, റിസീവ് ചെയ്യാണ്, ഒബ്സർവിങ് ദ ആക്ട് ഓഫ് ദ ടീച്ചർ. ടീച്ചർ എന്താ ചെയ്യണേ എന്ന് കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കലാണ്. 2 സെറ്റ് നാല് റെഡി ടു ആക്ട്. കുട്ടി അത് ചെയ്യാൻ വേണ്ടി മെന്റലി, ഫിസിക്കലി, ഇമോഷണലി സെറ്റ് ചെയ്യുന്നതാണ് 2. ഓക്കെ, 1 പെർസെപ്ഷൻ, 2 സെറ്റ്. 3 ഗൈഡഡ് റെസ്പോൺസ് ആണ്. ഫോളോയിങ് ഡയറക്ഷൻസ് ഓഫ് ദ ടീച്ചർ. ടീച്ചറുടെ ഗൈഡൻസിൽ കുട്ടി റെസ്പോണ്ട് ചെയ്യാം. നമ്മൾ ഈ ഇതിലൊക്കെ പോയാലേ, കെമിസ്ട്രി ലാബിലൊക്കെ പോയാല് ടീച്ചർ ഇങ്ങനെ ടെസ്റ്റ് കൊടുക്കും. ടീച്ചർ പറയും ഇത് എന്താണ്, അതാണ് ഇതൊക്കെ ഒഴിക്കല്, എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ. കെമിസ്ട്രി ലാബിൽ പോയിട്ട് ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് എന്തൊക്കെ ഒഴിക്കല്, എന്താ ഒഴിക്കണ്ടേ? എന്തിനു പറയേ, ഇത് ആസിഡ് ആണ്, ഇത് കൈയോട് പിടിക്കരുത്, ഇത് ഇങ്ങനെ ഇതുകൊണ്ട് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല ഇതേപോലെ മിക്സ് ആക്കരുത്, ആദ്യം ഇത് ഒഴിക്കണം പിന്നെ അങ്ങോട്ട് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കണ്ടില്ലേ? അതായത് ആസിഡിലേക്ക് വെള്ളം ഒഴിക്കരുത്, വെള്ളത്തിലേക്കാണ് ആസിഡ് ഒഴിക്കുക. ആയിക്കോട്ടെ. അപ്പൊ ആദ്യം ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചർ ആക്ഷൻ കാണിച്ചു കൊടുക്കും, അല്ലെ? എന്നിട്ട് കുട്ടികൾ മെന്റലി പ്രിപ്പയർഡ് ആവും, അല്ലെങ്കിൽ പുക വരും, അല്ലെ? അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവും. ദെൻ ഗൈഡ് റെസ്പോൺസ് ആണ്. ടീച്ചറുടെ ഗൈഡൻസിൽ കുട്ടി ചെയ്ത് നോക്കുകയാണ്. പതുക്കെ പതുക്കെ വരച്ച് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ മെക്കാനിക്സ് ആണ് പിന്നീട് 4ാമത്തത്. അഥവാ ലേൺഡ് റെസ്പോൺസസ് ഹാവ് ബിക്കം ഹാബിച്വൽ ആർ മൂവ്മെന്റ്സ് ക്യാൻ ബി പെർഫോംഡ്. കുട്ടികൾക്ക് അത് അവരുടെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ആ റെസ്പോൺസ് ലേൺ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യാന്ന് കൃത്യമായി പഠിക്കുക.
5 കോംപ്ലക്സ് ഓവേർഡ് റെസ്പോൺസ്, അഥവാ കുട്ടി എന്ത് ചെയ്യാണ് ഈ മെക്കാനിസത്തിൽ അവരത് പഠിച്ചു. ഓക്കെ, വിത്ത് സം കോൺഫിഡൻസ് ആൻഡ് പ്രൊഫിഷ്യൻസി. ഓക്കെ, ഞാൻ കോൺഫിഡന്റ് ആയി ചെയ്യാം, ടീച്ചർ ഇല്ലെങ്കിലും കുട്ടികൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് ആയി. ഇനി കോംപ്ലക്സ് ഓവേർഡ് റെസ്പോൺസ് ആണ് ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി ആണ്. കുട്ടി ബിക്കം നാച്ചുറൽ ആൻഡ് ഓട്ടോമാറ്റിക്, കുട്ടി അല്ലെങ്കിൽ എക്സ്പേർട്ട് ആവാണ്. അഥവാ നാച്ചുറൽ ആയിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യും, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും കുട്ടി പഠിക്കും. പിന്നെ അഡാപ്റ്റേഷൻ ആണ്. സ്കിൽസ് ആർ വെൽ ഡെവലപ്ഡ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ മോഡിഫൈ ദ മൂവ്മെന്റ്. കുട്ടി എന്ത് ചെയ്യും, വെൽ ഡെവലപ്ഡ് ആണ്. പിന്നെ കുട്ടിക്ക് വേണമെങ്കിൽ പരീക്ഷണം നടത്താം. കുട്ടി തന്നെ എന്ത് ചെയ്യും, അങ്ങോട്ട് കൂടെ മാറ്റി നോക്കിയിട്ട് ഓക്കെ ഇത് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി തന്നെ പരീക്ഷണങ്ങൾ നടത്തി പുതിയത് കണ്ടുപിടിക്കാം. ദെൻ ഒറിജിനേഷൻ ആണ് ലാസ്റ്റ്, ക്രിയേറ്റിംഗ് ന്യൂ മൂവ്മെന്റ് പാറ്റേൺ ടു ഫിറ്റ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അപ്പൊ നമ്മളൊരു പുതിയ സിറ്റുവേഷനിക്ക് വേണ്ട ഒരു പുതിയ മൂവ്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതോ കുട്ടി ഒരു പുതിയ ഒരു രൂപം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ പ്രവർത്തനം കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഒറിജിനേഷൻ എന്നുള്ള ഒരു 7ാമത്തെ സ്റ്റെപ്പിലൊക്കെ വരിക. ശരിക്കും ഇങ്ങനെ തന്നെ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആ ഡ്രൈവിംഗ് എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം കാണൂലേ? നമ്മളിങ്ങനെ അപ്പുറം സീറ്റിൽ നിന്നിട്ട് കണ്ടുപിടിക്കും അല്ലെ? പിന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കാൻ പറയും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, ഇരിക്കണോ, കുറച്ചോനെ പേടിയാവോ, വണ്ടി കുത്തുവോ, ഇതൊക്കെ ആലോചിച്ചാണ്ട് അവസാനം പോയിരിക്കും. പിന്നെ ഗൈഡ് റെസ്പോൺസ് ആണ്, അഥവാ ഇയാളിങ്ങനെ പഠിപ്പിച്ചു തരും, അങ്ങോട്ട് ഓടിക്ക്, ഇങ്ങോട്ട് ഓടിക്ക്, അങ്ങോട്ടാക്കി ഉപ്പിന് കുറച്ച് ഓടിക്കും, നമ്മൾ കുറച്ച് ഓടിക്കും. അങ്ങനെ അല്ലേ ഡ്രൈവിംഗ് പഠിച്ചോരില്ലേ? അങ്ങനെ പതുക്കെ എന്ത് ചെയ്യും, ഗിയറൊക്കെ അങ്ങനെ പതുക്കെ മാറ്റാൻ, ഒറ്റയ്ക്ക് മാറ്റാൻ പഠിക്കും അല്ലെ? അപ്പത്തെ ആള് ജസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ പതുക്കെ മാറ്റാൻ പഠിക്കും. അങ്ങനെ അവസാനം എന്ത് ചെയ്യും, കോംപ്ലക്സ് ഓവേർഡ് റെസ്പോൺസ് ആകുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് ഔട്ടണോ, ഗിയർ മാറ്റണോ, അങ്ങനെ വണ്ടി സ്പീഡിൽ പോകണോ, ബ്രേക്ക് ഔട്ടണോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ അഡാപ്റ്റേഷൻ ആണെങ്കിലോ, ആ കുട്ടി കാർ ഓടാൻ അവിടെ പഠിച്ച് കാറിന്ന് എന്ത് ചെയ്യും, വേണമെങ്കിൽ ലോറി ഓട്ടും, ലോറിന്ന് ബസ് ഓട്ടും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും അല്ലെ? ക്രിയേറ്റിംഗ് ന്യൂ മൂവ്മെന്റ് പാറ്റേൺ ടു ഫിറ്റ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. പിന്നെ ഏത് വണ്ടി കിട്ടിയാലും എങ്ങനെ വേണമെങ്കിൽ ഞാൻ ഓട്ടും എന്നുള്ളടത്തുമൊക്കെ ആ കുട്ടി എത്തും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എത്തും. ഇങ്ങനെയാണ് ഇങ്ങനൊരു 3 മെക്കാനിസം. ഇതിന്റെ ടേബിൾസ് നിങ്ങൾ നോക്കട്ടോ. ഇതാണ് ബ്ലൂംസ് ടാക്സോണമിയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് ആരുണ്ടാക്കിയത്, ഈ ഒരു സിസ്റ്റം ആരുണ്ടാക്കിയത്, അത് ആരെ പ്രൊമോട്ട് ചെയ്തത്? ബെഞ്ചമിൻ യെസ് ബ്ലൂം. പിന്നീട് എന്തുണ്ടായി വെച്ചാല് ഈ ബ്ലൂംസ് ടാക്സോണമിനെ അങ്ങോട്ട് റിവൈസ് ചെയ്തു. അഥവാ അതിൽ അങ്ങനൊന്നും അല്ല, ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾ നോക്കണം, ഇവിടെ 2 ആരന്മാർക്ക് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ള സാധനം കാണാം. ലോറിസ് ആൻഡേഴ്സൺ അദ്ദേഹത്തിന്റെ ബ്ലൂമിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് എന്താ വെച്ചാല് കുറച്ചുകൂടി ആലോചിച്ച് ചിന്തിച്ചാണ്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. മാറ്റങ്ങൾ എന്ന് വെച്ചാല് ഇവിടെ ഈ ഒരു ടേബിൾ കാണാം. ഈ ടേബിൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ഈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആണ് ശരിക്കും എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ്, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ്, അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പക്ഷെ ഇത് പഠിക്കണമെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി പഠിക്കും വേണം. അവിടെ നോക്കണേ, നോളജ് എന്നുള്ളത് എന്താക്കിയാലോ റിമെമ്പറിങ് എന്നുള്ളതാക്കി. ഓക്കെ, ഈ നോളജ് എന്നുള്ളത് ഒരു നൗൺ ആയിരുന്നു, അതിനൊരു വെർബ് രൂപത്തിലേക്ക് ആക്കി എന്നുള്ളതാണ് 1ാമത്തെ ഡിഫറൻസ്. നോളജ് എന്നുള്ളത് റിമെമ്പറിങ് ആക്കി, അഥവാ ഓർക്കുക, ഓർക്കൽ എന്നുള്ളതാക്കി. കോംപ്രഹെൻഷൻ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ടേമിലേക്ക് മാറ്റി. അപ്ലിക്കേഷൻ എന്നുള്ളത് അപ്ലൈയിങ് എന്നുള്ളതിലേക്ക് മാറ്റി. അനാലിസിസ് എന്നുള്ളത് അനലൈസിങ് എന്നുള്ളതിലേക്ക് മാറ്റി. പിന്നെയുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ എന്തുണ്ടായത്? ഇവാലുവേഷൻ താഴത്ത് കൊടുന്നു, സിന്തസിസിനെ മേലെ കൊണ്ടുപോയി, അതിന് ക്രിയേറ്റിംഗ് ആക്കി. സിന്തസിസ് എന്തിനു, നമ്മൾ പലത് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ആക്കണതല്ലേ. അപ്പം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഒരാൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫൈനൽ സ്റ്റേജിലാണ് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ക്രിയേറ്റീവായി മാറുക എന്നുള്ളതാണ് ഈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇതുണ്ടല്ലോ ടേബിള്, ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ വരച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒരുപാട് പറയാനൊന്നുമില്ല. ഇവിടെ റിമെമ്പറിങ് എന്നുള്ള സാധനം തന്നെയാണ് നോളജ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, നമ്മൾ ഈ ഒരു ഇതിലൊക്കെയാണെങ്കിൽ നോളജിനെ റിമെമ്പറിങ് ആക്കിയതാണ് ആക്ച്വലി. അതിൽ ഒരുപാട് പോയിന്റുകൾ എക്സ്ട്രാ പറയാനൊന്നുമില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതിന് എന്താക്കിയത് തന്നെയാണ്, അഥവാ കോംപ്രഹെൻഷൻ എന്നുള്ള ആ ഒരു സ്റ്റേജിനെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് മാറ്റിയതാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് അറ്റ് ദ ലെവൽ റിക്വയേഴ്സ് ലേണേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ നോളജ് വിത്തൗട്ട് എനി ഡൗട്ട് അല്ലെ? അത് തന്നെയാണ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാല്. അതുകൊണ്ട് ഇതിൽ ഇനി ഡിഫറൻസസ് ഇല്ല കേട്ടോ. പക്ഷെ ഈ ടേംസിലെ ഡിഫറൻസ് ആണ് ഇവിടെ
പറയുന്നത്. അപ്ലൈയിങ് എന്ന് പറയുന്നതാണ് ലേണേഴ്സ് അപ്ലൈ ഇൻഫർമേഷൻ ഇൻ അനദർ ഫെമിലിയർ സിറ്റുവേഷൻ. അനലൈസിങ് എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്കപ്പ് ഗിവൺ ഇൻഫർമേഷൻ ഇൻ ടു പാർട്സ്. നമുക്ക് കിട്ടിയതിനെ കഷ്ണാക്കി മുറിച്ച് പരിശോധിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പഠിക്കലാണ്. ഇവാലുവേറ്റിംഗ് എന്നുള്ള എന്താണ്? ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ ആക്ച്വലി ഇവാലുവേറ്റിംഗ് മെറ്റീരിയൽ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു, ഇതിൽ മുമ്പേ വന്നു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജഡ്ജ് ചെയ്യാൻ അറിയുക. ദെൻ ലാസ്റ്റ് ക്രിയേറ്റിംഗ്, ദാറ്റ് മീൻസ് എബിലിറ്റി ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ് അല്ലെ. അപ്പൊ ഈ ബ്ലൂംസ് ടാക്സോണമി ബ്ലൂം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് അവസാനം ഈ ആൻഡേഴ്സൺ എന്താ ചെയ്തേ? പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തു. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തില്ലേ? അപ്പൊ അത് അവസാനത്തെ സ്റ്റെപ്പ് അല്ലേ? അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു മൊബൈൽ ഫോൺ ടെക്നോളജി പഠിച്ചു, അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അപ്ലൈ ചെയ്തു, അനലൈസ് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു. ഒരു അവസാനം എന്ത് ചെയ്യാണ്? ഒരു പുതിയ ഫോൺ അങ്ങോട്ട് ഉണ്ടാക്കാണ്. അത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്നത്. ഓക്കെ, ഇനി ആക്ടിവിറ്റീസ് ഇതിൽ ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ ആ സാധനങ്ങൾ തന്നെയാണ് ഉള്ളത്. ആ ടേംസ് മാറി എന്നുള്ളതുള്ളൂ. അത് നിങ്ങൾ പഠിക്കുക. പൊട്ടൻഷ്യൽ ആക്ടിവിറ്റീസ് ഫോർ കമ്മ്യൂണിറ്റി ഡൊമൈനിലാണ്. റിമെമ്പറിങ്ങിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം? മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ മെയിൻ ഇവന്റ്സ് ടുഡേ, റൈറ്റ് എ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആർ യൂസ്ഡ് ടു മെഷർ ദ ലേണർ സ്കിൽസ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, റിമെമ്പർ ചെയ്യുന്നുണ്ടോ, കുട്ടി ഓർക്കുന്നുണ്ടോ നോക്കാനാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു പരീക്ഷക്കില്ലേ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? ആദ്യത്തെ 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? അത് നിങ്ങളുടെ റിമെമ്പറിങ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ ഈ ടൈം ലൈൻ ഒക്കെ പൂരിപ്പിക്കാണ്ടാവില്ലേ? ടൈം ലൈൻ പൂരിപ്പിക്കാന്, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ റിമെമ്പറിങ് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇനി അണ്ടർസ്റ്റാൻഡിങ്, പ്രിപ്പയർ ഫ്ലോ ചാർട്ട്, കമ്പയറിംഗ് കോൺസെപ്റ്റ്, റൈറ്റ് ആൻഡ് പെർഫോം പ്ലേ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി, റൈറ്റ് ദ ടൈപ്സ് ഓഫ് കമ്പനീസ്, അതല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യാൻ പറയാ, ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാ. അതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് പിന്നെ മനസ്സിലാക്കാനുള്ളതാണ്. അത് ഒന്നലകമായത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ പറയാം. അപ്പൊ എന്ത് ചെയ്യും? ആ ഒന്നലകമായത്ത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. ഈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക. അഥവാ ലേണിംഗ് സ്ട്രാറ്റജീസ് പ്രിപ്പയർ ചെയ്യുക. ഇത് വെച്ചിട്ടാണ് ടീച്ചേഴ്സിന്റെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്ത് ഇത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാനും ബ്ലൂംസ് ടാക്സോണമിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ അപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ, പിന്നെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ഇങ്ങോട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഒക്കെ പഠിപ്പിച്ചു തരും അല്ലെ. എന്നിട്ട് ഇങ്ങോട്ട് പറയും നിങ്ങളുടെ ഒരു ഹാബിറ്റ് എഴുതുക എന്നൊക്കെ പറയും. എന്തേക്കരം സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പം അങ്ങനെ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ. എന്തെങ്കിലും പസിൽസ് സോൾവ് ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ ഇക്വേഷൻ തന്നിട്ട് ഒരു പ്രോബ്ലം തന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറയാ. അത് നമ്മൾ പഠിച്ചിട്ട് വേറെ ഒരു പ്രോബ്ലം ആയിരിക്കും. അതിൽ നിന്ന് എന്ത് ചെയ്യും? അവസാനം അപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ വേറൊരു ചോദ്യം നമുക്ക് തരുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു ന്യൂ സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കലാണ്. അനലൈസിങ് ആണെങ്കിൽ നമുക്ക് തന്ന സാധനത്തിനെ ഡിസൈൻ എ ക്വസ്റ്റ്യനിയർ ടു ഗ്യാദർ ഇൻഫർമേഷൻ, അഥവാ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് എന്ന് കാണാൻ പറ്റുമോ, അതിനെ അനലൈസ് എന്നൊക്കെ പറയും, എക്സ്പ്ലെയിൻ എന്നൊക്കെ ഉണ്ടാവും, സബ് ഡിവൈഡ്, കാറ്റഗറൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അതൊക്കെ അനലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് അതൊന്നും കാണാത്തത്. ശരിക്ക് ഈ ബ്ലൂംസ് ടാക്സോണമി പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ പഠിക്കും. അപ്പം ഈ ഓരോരോ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യൻസ് അത് എക്സാമ്പിൾസ് ആയിട്ട് കൊടുക്കലുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഈ ബ്ലൂംസ് ടാക്സോണമി എന്താന്ന് മനസ്സിലാക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഇത് മാത്രം വരുന്നത് കേട്ടോ. അതുപോലെ ഇവാലുവേറ്റിംഗ് അഥവാ കണ്ടക്ട് ഡിബേറ്റ് അബൌട്ട് ആൻ ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇഷ്യൂന്മേലുള്ള ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാണ്. അഥവാ രണ്ട് സൈഡ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുണ്ടോ നോക്കാനാണ് ആക്ച്വലി. അതുപോലെ പ്രിപ്പയർ എ കേസ് ടു പ്രസന്റ് യുവർ വ്യൂ അബൌട്ട് ജെൻഡർ ന്യൂട്രൽ അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി, ഇതൊക്കെയുള്ള സാധനങ്ങൾ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു വ്യൂ അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ വ്യൂ ഒക്കെ എഴുതാൻ പറയും. നമുക്ക് അത് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കാനാണ്. അതേപോലെ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം, അതാ ഫൈനലി ഇൻവെന്റ് എ മെഷീൻ ടു ഡു എ സ്പെസിഫിക് ടാസ്ക്. ശരിക്കും ആ ഒരു മെഷീൻ ഉണ്ടാക്കാൻ വേണ്ട എല്ലാ അറിവും മുന്നേ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് ഈ കുട്ടിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ക്രിയേറ്റിംഗ് എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള ഒരു സാധനത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ പറയാം. ഡിസൈൻ എ മാഗസിൻ കവർ, ഡെവലപ്പിംഗ് സ്കിൽസ് ടു ക്രിയേറ്റ് എ ന്യൂ ഹൈപ്പോത്തസിസ്, റൈറ്റ് യുവർ വ്യൂ യുവർ ഫീലിംഗ്സ് ഇൻ റിലേഷൻ ടു എന്ന് പറഞ്ഞിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് ആണ്. ദാറ്റ് മീൻസ്
ഒരു സ്റ്റുഡന്റിന് അവൻ പഠിച്ച നോളജ് വെച്ചിട്ട് ഒരു പുതിയ സാധനത്തെ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. ഇനി ഇതിന്റെ ലാസ്റ്റ് ഇന്റർ റിലേഷൻ എമംഗ് ഡൊമൈൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എന്താണ് അഫക്റ്റീവ് ഡെവലപ്മെന്റ്, എന്താണ് സൈക്കോമോട്ടർ ഡെവലപ്മെന്റ് എന്ന് പറയാണ്. ഇതിൽ പുതിയതായിട്ടൊന്നുമില്ല. ഓക്കെ, പഴയ ആ ഒരു പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യും, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്, അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയാണ് ആക്ച്വലി ഒന്നാമത്തെ ഒരു യൂണിറ്റിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും ഇതിലുള്ള ഒരു 3-4 കോണ്ടന്റുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാ? ഒന്ന് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്, എയിംസും ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, മുമ്പ് ഒബ്ജക്റ്റീവ്സ്, എയിമും ഒബ്ജക്റ്റീവും നമ്മൾ ഡിഫറൻഷിയേഷൻ ആണ് ഒന്ന്. രണ്ട് വന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും ബിഹേവിയർ ഒബ്ജക്റ്റീവ്. ഇത് നമ്മൾ ഇത് എന്താന്ന് പഠിക്കലാണ്. 2 3 ബ്ലൂംസ് ടാക്സോണമി, ബ്ലൂംസ് ടാക്സോണമി. 4 റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. റിവൈസ്ഡ് പ്രത്യേകം പഠിക്കാനില്ല കേട്ടോ, കാരണം മെറ്റീരിയൽ ആ ഒരു ടേംസിലെ ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട്, അത്രയല്ലേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് എന്ന് പറഞ്ഞു ഓൾറെഡി. സോ ടീച്ചിങ് സ്ട്രാറ്റജീസ്, ക്വസ്റ്റ്യൻ പേപ്പർ, അസസ്മെന്റ്, ഇതെല്ലാം പ്ലാൻ ചെയ്യാം ഈ ബ്ലൂംസ് ടാക്സോണമിയും റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയും വെച്ചിട്ടാണ്. ഓക്കെ, അതിൽ ഏതൊക്കെ ഡൊമൈനുകൾ പഠിച്ചേ? ഏതൊക്കെ ഡൊമൈനുകളാ? കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടർ. അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ. ഓക്കെ, അത്രയാണ് ആ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടുള്ളത്. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.